You can, Should you I can, ask you a question? yeah, you can ask sure, anything. sure. You can ask anything. ഇത് നിങ്ങളെ പ്ലാറ്റ്ഫോം മനസ്സിലായോ? നിങ്ങളെ പ്ലാറ്റ്ഫോമാണ് ഇത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ചിലരൊക്കെ ചോദിച്ചു എത്ര ഫീസൊക്കെ. ഞങ്ങൾ പറഞ്ഞ ഫീസൊന്നും ഇല്ല, ഇത് നമ്മൾ മക്കളൊപ്പം ഇരുന്ന് സംസാരിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ നിങ്ങളൊപ്പം ഇരുന്നിട്ട് have some conversation. That's it. yeah. So whatever you want to ask as a friendly talk, you can ask that, and let's learn from each other. Okay, is that fine? Hi. നിങ്ങളെ അടുത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. എനിക്ക് ആദ്യം ഒരു പെൺകുട്ടി ആരോ വിളിച്ചിട്ടുണ്ട്. ആ കുട്ടി ആദ്യം സംസാരിക്കട്ടെ, എന്നിട്ട് നെക്സ്റ്റ് എടുക്കാം. It's Go me. ahead. Go ahead. You can go. Yes. Minha, Yes, Parimala. can you ask a question? Oh, ചോദിച്ചോളൂ. What is the best quality in ഒരു ലീഡറിന് ഉണ്ടാവേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താ? ഒരു ലീഡറിന് ഉണ്ടാവേണ്ട ബെസ്റ്റ് ക്വാളിറ്റി, ലൈക്ക് ഞാൻ എന്റെ ലൈഫിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നത്, be ready to have a very good conversation and be ready to be a very good listener. നമ്മൾ എപ്പോഴും നല്ലൊരു ലിസണർ ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എ വെരി ഗുഡ് ലീഡർ, ജസ്റ്റ് ആക്സെപ്റ്റ് ദം ആസ് ദേ ആർ. അവരായിട്ട് തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരുമായിട്ടുള്ള കോൺവെർസേഷന് വേണ്ടിയിട്ടും ബി റെഡി ടു സ്പീക്ക് ഫ്രം യുവർ ഹാർട്ട്. നോട്ട് ലൈക്ക്, ഓ ഞാൻ ഇതാണ്, ഐ എം ദിസ് പേഴ്സൺ സോ ഐ ഷുഡ് സ്പീക്ക് ലൈക്ക് ദിസ്. അതുള്ളത് മാറ്റിയിട്ട് we should be ready to speak from our heart. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ, if you are ready to accept that person as he is or as she is, we can be that's one thing that I realize that is a very good quality. ഒരു നല്ല ലീഡറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, he should be a listener. അതുപോലെ തന്നെ കേൾവിക്കാരനാവണം. കൂടെ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യനായിട്ട് തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. We should be ready to admit as he is. You got it? Absolutely. Yeah, I got it. Thank you. It's very important. I'm going to speak in English as well as Malayalam because I got a note. I can see. Please speak in English and Malayalam as well, so that those who do not understand Malayalam, I'm going to mix both the language, English, and you too can do that, Minha. Number one, if you want to become a leader, first you need to know where you're going. നിങ്ങളൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്നുള്ളത്. ശരിയല്ലേ? ലീഡറിനെല്ലാം ഫോളോവേഴ്സ് ഫോളോ ചെയ്യുക. അപ്പോൾ ലീഡറിന് തന്നെ അറിയില്ല എങ്ങോട്ടാ കൊണ്ടുപോകുന്നുള്ള അറിഞ്ഞിട്ടില്ല ആകെ പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരു 2 വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വന്നിട്ടില്ല, ശരിയല്ലേ? എത്ര പേര് അംഗീകരിക്കേണ്ട? എനിക്ക് ഒരു തംസപ്പ് തരാം, ചാറ്റിൽ പോയിട്ട് തംസപ്പ് തരാം. എത്ര പേരാ അത്? പക്ഷേ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ ആകെ പ്രശ്നമല്ലേ? ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അറിയണം ഈ കുട്ടികളെ, മക്കളെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ധാരണ എനിക്കും മിനാക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് ക്വാളിറ്റി, ഐ വോണ്ട് എവറി വൺ ടു റൈറ്റ് ഡൗൺ ദിസ് വൺ. എവറി വൺ റൈറ്റ് ഡൗൺ. ദ ഫസ്റ്റ് ക്വാളിറ്റി ഈസ് ദ ലീഡർ മസ്റ്റ് നോ വെയർ ടു ഗോ. നമ്പർ 2, ഇപ്പം ഞാൻ പറയാണ്, അതായത് ഒരു ഡോക്ടറാന്ന് വിചാരിക്കാം കേട്ടോ, ഡോക്ടർമാരെ കളിയാക്കുന്നില്ല കേട്ടോ, ഡോക്ടറാന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഫാറ്റി ഫുഡ് കഴിക്കാൻ പാടില്ല, ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ ഇവിടുന്ന് അഡ്വൈസ് ചെയ്തിട്ട് ഈ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് പോയ ഉടനെ തന്നെ, ഇഫ് ഐ ഗോ ആൻഡ് ഹാവ് മൈ ജങ്ക് ഫുഡ്, how many of you getting me? I'm telling that you should not be taking junk food, and as soon as the patient goes off, I go down and take junk food. Is that the right advice? Yes or no? Yes or no? Type in the chat box, yes or no? No. Exactly correct. Use the chat box. I learn chat box use here because I'm seeing that chat box ഞാൻ കാണുന്നുണ്ട്. എവിടെ കാണുന്നു പറഞ്ഞോ? സി കാണുന്നുണ്ടോ? ഞാൻ കാണുന്ന സ്ഥലം കംപ്ലീറ്റ് അവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു. ഞാൻ യു ഗോട്ട് ഇറ്റ്? അതാ കണ്ടോ? So I'm seeing you completely there. So നിങ്ങൾ chat here, so I can see where the chat is happening. Okay, so let's go straight back to the camera. So number 1, you should know where you're going. Number 2, you should be the first one to go there. How many of you got it? You should be your first follower. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കണം ആദ്യത്തെ follower. How many of you got it? Type the number 2. എത്ര പേർക്ക് അത് മനസ്സിലായി? 2 എന്നുള്ള ടൈപ്പ് ചെയ്യാം. First is you should know where to go. Number 2, you should be the first person to go there. And the third quality is to teach other people to go there. How many of you got 3 qualities? 3 quality ഉള്ള. 1, you should know where to go, and you should be the second person. You should be the first person to go, and the third quality, you should lead people to go there. അതല്ല ഞാൻ മിൻഹി ഇപ്പം ചെയ്തത്, ശരിയാണോ? Do you agree? How many of you agree to that? Type 3 if you agree to that. If you agree to that, type 3. We know where we're going. We the first, because we came out, we are doing that. And number 3, we are leading you. So who is a leader? Idu inde teacher nu padichadana. I want everyone to write. Know the way, go the way, and show the way. I want everyone to write down this. Know the way. A leader should know the way, go the way, and show the way. You got it, everyone?
Right. Let's move on to the next caller. And the question is to Minha. Yeah. Oh, open, and you can ask the question, please. Unmute the choichulu. Hi, I would like to ask a question. Okay. Yeah. How do you know what to choose in your future? How do you know it is that I want to do? The voice is not clear. The voice is not clear. Your voice is not clear, Mole. നമുക്ക് അതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവാം. അതാണ് എനിക്ക് ചെയ്യേണ്ട ഫ്യൂച്ചറിൽ. Clear അല്ല. പറഞ്ഞ് clear ഇല്ല. Once again. Repeat the question. നമുക്ക് അതാണ് ഫ്യൂച്ചറിൽ ആവേണ്ടത്, അതാണ് ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാം, അതെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാം. Okay, what do you want to become in the future? Is that correct? Yes. Okay, Minha, go ahead. What is that you want to become in the future? Yeah, what is that you want to become in the future? That's her question. She does not know what to become in the future. So, how did you reach where you are? ഫ്യൂച്ചറിൽ എന്താവണമെന്നുള്ള ഡൗട്ട്. Clarity. The question is about. ഫസ്റ്റ് ചെറിയൊരു ഓക്കെ ഐ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം മൈ സെൽഫ് ബിക്കോസ് എനിക്കിപ്പോ നിങ്ങളൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടും സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ദിസ് ഇസ് ഓൾ ബിക്കോസ് ചൈൽഡ്ഹുഡ് തന്നെ ഒരു ഇഷ്ടം മനസ്സിലാക്കി എന്നുള്ളത്, കോർ ഏരിയ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫോർ ഇറ്റ്. സോ ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ പോവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ബീങ് എ ടീച്ചർ, പ്രൊഫസർ, ലോയർ. ഈ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഇതിന്റെ ബേസിക് വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് എവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, വേർ വാസ് മൈ കീ പോയിന്റ്, ഹൗ ഷുഡ് ഐ ബി ദെയർ, എന്താണ് എന്റെ ക്വാളിറ്റീസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ അതെന്റെ ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ ഞാൻ ചെയ്ത ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്റെ സെൽഫിനെ റിയലൈസ് ചെയ്തു എന്നുള്ളതാണ്. I started knowing my potential. I started knowing loving myself. I started being myself. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിലാക്കുന്ന സമയത്തും when we spend some time with us and when we spend our potential, we can definitely have a clarity for our future. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഫ്യൂച്ചറിലേക്ക് എന്ത് ചൂസ് ചെയ്യണം, വാട്ട് ഈസ് മൈ കോർ ഏരിയ എന്നുള്ളത് അറിയൂല. കാരണം നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകും. പക്ഷെ ഇവിടെയൊക്കെ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ എന്താണ് എന്റെ കോർ പാത്ത് വേ എന്നുള്ളത് അറിയൂല. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് മൈ പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് മൈ കോർ ഏരിയ, എന്റെ ഒരു കറക്റ്റ് പാത്ത് വേ, ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പൊ ചില കുട്ടികൾക്ക് ഇതുപോലെ സംസാരിക്കാൻ ഇഷ്ടമുണ്ടാകും, ചില കുട്ടികൾക്ക് പാട്ട് പാടാൻ താല്പര്യം ഉണ്ടാകും, ചില കുട്ടികൾക്ക് ഫിസിക്സ്, മാത്സ് അങ്ങനെ കുറെ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാകും. എവിടെയാണ് ഞാൻ ഭയങ്കര ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്, എന്റെ ലൈഫിൽ ഏത് കോർ ഏരിയയിലാണ് ഐ എം ബീങ് മൈ ബെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാം. So looking forward for me, I have tons of opportunities because I love speaking. അപ്പൊ സ്പീക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ഞാൻ എടുത്താൽ for future I can definitely go forward with all the happiness because എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണിത്. ഫിസിക്സ്, മാത്സ് എന്നുള്ള സംഭവമൊക്കെ ഇഷ്ടപ്പെടുന്നവര് എന്ത് ചെയ്യാം, അങ്ങനത്തെ പാത്ത് വേ ചൂസ് ചെയ്യാം. സോഷ്യൽ ലൈക് ഹ്യൂമാനിറ്റീസ് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ പാത്ത് വേ ചൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾ, വി ഹാവ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കോർ ഏരിയ, വാട്ട് ഈസ് അവർ കോർ ഏരിയ, വാട്ട് ഈസ് അവർ പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് അവർ എബിലിറ്റീസ്, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചിട്ടാ. ഇപ്പൊ മെയിൻലി സ്റ്റുഡൻസ്, എനിക്ക് ആ കഴിവില്ല, എനിക്ക് അവളെ പോലെ ആവാൻ പറ്റുന്നില്ല, എനിക്ക് മിഥനെ പോലെ ആവാൻ പറ്റുന്നില്ല, ഇതല്ല വേണ്ടത്. ഹൗ ഐ എം ബീങ് മൈ സെൽഫ്, ഞാൻ എത്രത്തോളം എന്നെ മനസ്സിലാക്കി, എന്റെ കോർ ഏരിയ എന്താണ്, എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള സെൽഫിനോട് ചോദിച്ച് സെൽഫിനായിട്ട് റിയലൈസ് ചെയ്യുക. And that's how you can find a very core area in your future. And since I offer to you. Absolutely. Thank you very much. Thanks a lot. That's absolutely a clear answer. You always have to understand what is your potential. What is your potential? Number two, you need to know the second one, what is your passion? Number three, what is your purpose? The first one is your potential. That means what is your strength? Okay, that's something that you need to know. Type So the first P is your potential. You have to identify your potential. Number two, you have to identify what's your passion. What is the thing that you really love doing? എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത്? മൂന്നാമത്തെ ചെയ്യുന്നതിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കണം. അർത്ഥമില്ലാത്ത എന്തെങ്കിലും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? Yes or no? Is there any use if you do something which does not have a purpose, which does not have a meaning? Yes or no? Type in the chat box. I want to see. The answer is absolutely no. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അറിയണം. Now let me give an example what Minha just said right now. ചിലപ്പം എനിക്കറിയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, but they're not working as doctors today.
Doctors they are graduate, they are MDs, but they are not working as doctors today because their potential is in teaching. Their potential is in training. Their potential is in developing people. How many of you got it? Say got it. GI in the type ചെയ്യാം. എത്ര പേർക്ക് അത് മനസ്സിലായി? അവർ ഡോക്ടേഴ്സാണ്, അവർ പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷെ അവർ പാഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, കോച്ചസ് ആവുക. അങ്ങനത്തെ 3 ഡോക്ടേഴ്സ് എനിക്ക് തന്നെ അറിയാം. Okay, because they are internationally well known. Our TED Talk speakers and organizers and authors so you do that. Number two, നിങ്ങൾക്ക് പാഷൻ ആണോ സെലക്ട് ചെയ്യുന്നത്, പ്രൊഫഷൻ ആണോ സെലക്ട് ചെയ്യേണ്ടത്, അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. പ്രൊഫഷൻ ആണോ വേണ്ടത്, അല്ല പാഷൻ ആണോ വേണ്ടത്? ചിലപ്പോൾ നിങ്ങളുടെ പാഷൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും, ചിലപ്പം പാഷൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ നിങ്ങൾ തല കുത്തി താഴത്തും വീഴും. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം, CC എന്ന് ടൈപ്പ് ചെയ്യാം. When you go behind your passion, sometimes you may grow up or sometimes you may break down. Breakthrough or break down. Randu vakkala BB na parna. Either you break down or you break through when you follow your passion. Why? Because passion ningalku income generate cheyyannillengil. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടോ? ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിട്ട് ജീവിച്ചു പോകാൻ പറ്റുമോ? Yes or no? If your passion is not helping you to generate revenue or income, would that help you to grow and excel in your life? Yes or no? Come on, give me the answer. Yes or no? നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പാഷൻ്റെ ബാക്കിൽ പോകരുത്. അതേ സമയത്ത് നിങ്ങൾ നല്ല പാഷനാണ്, ആ പാഷൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കാം. ഒരു കേക്ക് ഉണ്ടാക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ കേക്ക് ഉണ്ടാക്കുന്ന നിങ്ങളെ പാഷൻ, എൻ്റെ മകൾ അതാണ് കേട്ടോ, എൻ്റെ മൂത്ത മകൾ അതാണ്. കേക്കാണ് പാഷൻ. അവൾക്ക് വേറെ ഒന്നുമില്ല, MBA ഒക്കെ കഴിഞ്ഞ്, പക്ഷേ കേക്കിൻ്റെ പിന്നാലെ നടക്കില്ല അവൾ. അങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? കേക്ക് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? കം ഓൺ ടെൽ മീ. യെസ് ഓർ നോ? യെസ് ഓർ നോ? കം ഓൺ, ഫാസ്റ്റ് ആൻസർ. ഞാൻ നോക്കുന്നുണ്ട്. യെസ്, ടൈപ്പ് ചെയ്യാം അവിടെ, ടൈപ്പ് ചെയ്യാം. ഐ എം ലുക്കിംഗ് ദ ആൻസർ. ദ ആൻസർ ഇസ് യെസ്. അത് ബിസിനസ് ആക്കി മാറ്റണം. am I right? അതിനെ ബിസിനസ് ആക്കി മാറ്റണം. സോ വെൻ യു ടേക്ക് യുവർ പാഷൻ ആൻഡ് യു മേക്ക് ഇറ്റ് എ പ്രൊഫഷൻ, യു ക്യാൻ മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പോൾ 3 P ഞാൻ പറഞ്ഞു. നമ്പർ 1 ഇസ് പാഷൻ, മേക്ക് ഇറ്റ് എ പ്രൊഫഷൻ, മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, ഫോളോ യുവർ പാഷൻ. ഫോളോ യുവർ പാഷൻ. ഒരു പാഷൻ എടുത്ത് പക്ഷെ അത് പ്രോഫിറ്റ് ഉണ്ടാക്കണില്ലെങ്കിൽ പാഷൻ മാറ്റിയിട്ട് വേറെ പ്രൊഫഷൻ എടുക്കാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വ്യക്തിയുണ്ട്, മമ്മൂട്ടി എന്ന പേര്. എത്ര പേർക്ക് അറിയാം? യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അറിയുന്നവരുടെ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ആള് വക്കീലാണ്, പ്രൊഫഷനാണ്, പക്ഷെ പാഷൻ ആക്ടിങ്ങാ. ആക്ടിങ് അദ്ദേഹത്തിന് പണം കൊണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ആക്ടിങ് പണം കൊണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? കമോൺ ആൻസർ, ഫാസ്റ്റ് ആൻസർ. അപ്പം അദ്ദേഹം പാഷൻ ഫോളോ ചെയ്താൽ കുഴപ്പമില്ല. ആ പാഷൻ എത്രയോ ആൾക്കാരുണ്ട്, നടന്മാരായിട്ട് ഒരു പൈസ ഇല്ലാത്ത നടന്മാർ എത്രയില്ല. അവർ പാഷൻ ഫോളോ ചെയ്ത് അവർ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണം, അവർ വക്കീൽമാരായിട്ട് തിരിച്ചു വരണം. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ. ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാഷനെ ഫോളോ ചെയ്യണോ, എപ്പോഴും ഫോളോ ചെയ്യണത്? ആൻസർ ഇസ് യെസ്. എപ്പോഴും ഫോളോ ചെയ്യുന്നത്? ആൻസർ ഇസ് നോ. രണ്ടും ഉണ്ട്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ജനറേറ്റിംഗ് റവന്യൂ ദെൻ ഗോ ഫോർ ഇറ്റ്. ഇഫ് ഇറ്റ്സ് നോട്ട് ജനറേറ്റിംഗ് റവന്യൂ ദെൻ ഗോ ഫോർ എ പ്രൊഫഷൻ. ഇനി ശരിക്കും മനസ്സിലാക്കുന്ന വേറെ കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു തുള്ളി പൈസ പോലും കിട്ടില്ല എന്ന് വിചാരിക്കാം. അതിൻ്റെ ബാക്കിൽ പോകാൻ പാടുണ്ടോ? എന്താ മനസ്സിലായി? പോകാൻ പാടുണ്ടോ? യെസ് ഓർ നോ? പോകാൻ പാടുണ്ടോ? കമോൺ, ഫാസ്റ്റ് ആൻസർ. ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ചെറുപ്പക്കാർ കുട്ടികളാണ്. ദ ആൻസർ ഇസ് അബ്സല്യൂട്ട്ലി നോ. എക്സാക്ട്ലി. ഇത് നോക്കിയാൽ ചാറ്റിൽ ചെയ്താൽ മതി. ദ ആൻസർ ഇസ് അബ്സല്യൂട്ട്ലി നോ. ഇനി നോക്കുക, നിങ്ങൾക്ക് വരുമാനം ഉണ്ടെന്ന് വിചാരിക്കാം. അത് നിങ്ങൾക്ക് ലെറ്റ്സ് സേ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അവിടെ നിന്നൊക്കെ വരുമാനമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുക. ഒരു പാഷൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ജീവന തുല്യം പാഷനാണ്. പാഷൻ ഒരു പൈസയും കിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി വരുമാനമുണ്ട്. അങ്ങനത്തെ സ്ഥിതിക്ക് നിങ്ങൾക്ക് പാഷൻ്റെ പിന്നാലെ പോകാൻ പറ്റുമോ? കുഴപ്പമുണ്ടോ? വെരി ഗുഡ്. ഇപ്പം എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പം കണ്ടോ യെസ് വരുന്നത്. ഉദാഹരണത്തിന് എനിക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇഷ്ടമെന്ന് വിചാരിക്കാം. അതായത് ജനങ്ങളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോണേ ഉള്ളൂ, അതാണ് എൻ്റെ പാഷന്. പക്ഷേ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, വേറെ ഭാഗം കൂടെ എനിക്ക് പൈസ കിട്ടുമെന്ന് വിചാരിക്കുക. നോ സംബഡി ഡോണ്ട് യൂസ് എ വൈറ്റ് ബോർഡ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണത്? ആരെയും വൈറ്റ് ബോർഡ് യൂസ് ചെയ്യണത്? വൈറ്റ് ബോർഡൊക്കെ യൂസ് ചെയ്യാൻ ഞങ്ങൾ നിർത്തിപ്പോട്ടോ. ഇത് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അതായത് എൻ്റെ പാഷന് ചിലപ്പം ചാരിറ്റി ആയിരിക്കാം, ആ സമയത്ത് നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാം. വേറൊരു വരുമാനം ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അല്ലാത്ത പക്ഷം നേരത്തെ മിൻഹ പറഞ്ഞത് ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്, അത് ഫോളോ ചെയ്യാം. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ചെയ്യാം. CC ടൈപ്പ് ചെയ്യാം. How many of you got it? Say CC. Good. Next question, please.
Can I ask a question? Anyone, don't ask the permission, just Yes, ask the sure, question. sure. Ba. Okay, Okay. മിൻഹത്ത ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പം ത്രൂ ഔട്ട് ദ ജേർണി കുറെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, കുറെ താഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ യൂസ് ചെയ്ത ഒരു പവർഫുൾ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ Okay. ഞങ്ങളോട് പറയാൻ പറ്റിയ? ഷുവർ. ഭയങ്കര പവർഫുൾ മോട്ടിവേഷൻ അല്ല കേട്ടോ. ലൈക്ക് നമ്മൾ പലപ്പോഴും ഇപ്പൊ സെൻസി ആണെങ്കിൽ ഇപ്പൊ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി നോട്ട് ദാറ്റ് ലോങ്, കുറച്ചൊരു സമയത്തേക്ക് വേണ്ടിയിട്ടുള്ളതാ. ബട്ട് സെൽഫ് മോട്ടിവേഷൻ, ഓക്കെ എനിക്കിത് ചെയ്യണം, ഞാനിത് ചെയ്തേ പറ്റൂ എന്നുള്ളത് സ്വന്തത്തോട് പറഞ്ഞ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് നീണ്ടു നിന്നേക്കാം. കാരണം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പവറാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തോളം വി ഹാഡ് ലോട്ട്സ് ഓഫ് ചാലഞ്ചസ്. ഇപ്പൊ ലൈഫിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ പലപ്പോഴും ചിലപ്പോൾ സ്റ്റുഡൻസിന്റെ ഒക്കെ വിചാരം മിൻഹയുടെ ലൈഫ് മാഷാ ഇറ്റ് സോ പെർഫെക്റ്റ്, മിൻഹ എന്ത് രസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്ന, ഒരു ഒബ്സ്റ്റക്കിൾസ് ഇല്ല. ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അല്ലെ. സോഷ്യൽ മീഡിയ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൾ എ ഗുഡ് ഫേസസ് ആൻഡ് ഗുഡ് പാത്ത്. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ ബാഡ് സിറ്റുവേഷൻ നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യൂല. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു തോട്ട് ഉണ്ട് മിൻഹ ഈസ് ലിവിംഗ് ദ ബെസ്റ്റ് ലൈഫ് എന്നുള്ളത്. മിൻഹ ഈസ് ഓൾസോ ഹ്യൂമൻ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒബ്സ്റ്റക്കിൾസ് വരുന്ന സമയത്തോ എന്താണ് ആ ഒബ്സ്റ്റക്കിളിനുള്ള കാരണം? എല്ലാ ഒബ്സ്റ്റക്കിൾസിൽ നിന്നും ഐ യൂസ് ടു ഗെറ്റ് വൺ കീ പോയിന്റ്. എന്റെ ലൈഫിലേക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ആ ഒരു ഒബ്സ്റ്റക്കിളിൽ ഉണ്ടായിരിക്കും, അത് ഞാൻ എടുക്കും. അപ്പൊ നമുക്ക് ഫെയിലിയർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനൊരു എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫെയിലിയർ വരികയാണ്, ആ ഫെയിലിയറിനുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണം പഠിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുക. ബിക്കോസ് എനിക്കൊരു ഒബ്സ്റ്റക്കിൾ വന്നു, എനിക്കൊരു ചാലഞ്ച് വന്നു, ഓക്കെ ഐ എം സിറ്റിംഗ് ഹിയർ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ആകെ ഡൗൺ ആയി എന്ന് പറയുന്നതിൽ പകരം വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്താണ് അതിന്റെ റീസൺ? ഇപ്പൊ എക്സാമിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ കാരണം എന്താണ്? പഠിക്കാഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഇരുന്ന് പഠിക്കണം. ഇപ്പൊ ഞാനൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫെയിലിയർ ആവാണ്, അതിന് ലൈക്ക് ബാക്കിൽ ഒരുപാട് സിറ്റുവേഷൻസ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കും. അതിനെന്ത് ചെയ്തു? പഠിച്ചു. ഇപ്പൊ ബിഫോർ ദിസ് ഐ ഹാഡ് ക്രിയേറ്റഡ് എ കമ്മ്യൂണിറ്റി. ഇതിന് മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്യില്ല, വെല്ലായിട്ട് മുന്നോട്ട് പോയില്ല. അതിനുള്ള കാരണങ്ങളും അതിന്റെ ഒബ്സ്റ്റക്കിൾസും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അൽഹംദുലില്ലാ വി ഹാവ് ക്രിയേറ്റഡ് ദിസ് ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒബ്സ്റ്റക്കിൾസും പ്രശ്നങ്ങളും ഫെയിലിയേഴ്സും വരുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ ഒരു കാരണം ഉണ്ടാകും. നമ്മളെ ഫെയിലിയേഴ്സും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സക്സസ്ഫുൾ വിജയങ്ങളായിരിക്കും. ഓക്കെ ഐ ഗോട്ട് ദിസ്, ഐ ഗോട്ട് ദാറ്റ് എന്നുള്ളത് മാത്രമേ നമ്മൾ പലപ്പോഴും ഭയങ്കര ഹാപ്പിയോട് കൂടി ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യല്. പക്ഷെ ഫെയിലിയേഴ്സ് വരുന്ന സമയത്തും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അവിടെയാണ് നമ്മൾ ബോൾഡ് ആവുന്നത്. ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു, ഒരു എക്സാമിന് ഫെയിലായി എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡിനോ അല്ലെങ്കിൽ വേറെ ഒരുപാട് ചിന്തകളിലേക്ക് പോകേണ്ടവരല്ല നമ്മൾ എന്ന് പറയുന്നത്. വി ഷുഡ് ബി വെരി ബോൾഡ് ബിക്കോസ് വി ആർ ദ അപ്കമിങ് ജനറേഷൻ ആൻഡ് വി ആർ ദ ലീഡേഴ്സ് ഓഫ് ദി അപ്കമിങ് ജനറേഷൻ. സോ ഭയങ്കര ബോൾഡ് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ അതിന്റെ പ്രശ്നം എന്താണ്, വൈ ദിസ് ഇസ് കെയിം ടു മൈ ലൈഫ്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എടുക്കാനുള്ള നല്ല പാഠങ്ങൾ എടുത്തിട്ട് അത് അവിടെ ലീവ് ചെയ്തിട്ട് ലൈഫ് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, Thank you. That's absolutely fantastic. You need to do one thing. You either win or you learn. ശരിക്കും മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക. ഇത് ഒരു ബുക്ക് തന്നെയുണ്ട്. ആ ബുക്ക് എഴുതിയത് എൻ്റെ ടീച്ചറാണ്, ജോൺ മാക്സ്വെൽ എഴുതിയ ബുക്കാണ്. യു ഐദർ വിൻ ഓർ യു ലേൺ, യു നെവർ ലൂസ്. എത്ര പേര് അംഗീകരിക്കേണ്ടത്? മീ എന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേര് അംഗീകരിക്കേണ്ടത്? നിങ്ങൾ ഒരിക്കലും തോൽക്കാൻ പോകില്ല. യു ഐദർ ലേൺ, അല്ല ഒരു തോൽവി നമ്മൾ പഠിക്കുക ചെയ്യുക, പഠിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. ഇപ്പം ഇത് നിങ്ങൾ 19 years വരെയുള്ള ബാച്ചാണ്. ഇതിൽ നിങ്ങൾ പാരൻസ് ഒക്കെ ഉണ്ടാവും. 8ാം ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും ഈ ഒരു ബാച്ചിൽ ആരെങ്കിലും 8ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിന്ന് ടൈപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിന്ന് ടൈപ്പ് ചെയ്യാം. അന്നേരം സ്കൂളില്ലേ? എങ്ങനെ? ആ സമയത്ത് നമുക്ക് സ്കൂളില്ലാത്തത് വായിക്കും. ഓക്കെ, ഇന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാ. 8ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഇന്നെ. ആ സ്കൂളിൽ കൂടെ ഞാൻ ഇന്നലെ പോയത്. എത്രയോ വർഷങ്ങൾ, ഏകദേശം ഒരു 30-35 വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളിന്റെ മുന്നിൽ കൂടെ ഞാൻ ഇന്നലെ പോയത്. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഏത് സ്കൂളിൽ എന്നെ പുറത്താക്കിയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 10-30 വർഷം 8ാം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. 10ാം ക്ലാസ് തോറ്റ ആളാണ് ഞാൻ. 10ാം ക്ലാസ് തോറ്റ ആളാണ് ഞാൻ. മനസ്സിലാവുണ്ടോ? എന്നിട്ട് പിന്നീട് പഠിച്ചിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയത്. How many of you got it? So it's always nice to fail in the beginning, because once you fail in the beginning, you will become a champion at a later stage. How many of you got it? Say got it. GI in the type here. Once you fail in the beginning, you'll become a champion at the end. So failure is always nice. It's a stepping stone to become a champion one day. Fail ആയാലും മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എല്ലാവരും. Okay, if you're just winning every time and if you lose at the top, then you're going to go down.
So always take failure as a challenge and move forward. 4 O എഴുതിയൊക്കെ എല്ലാവരും. 4 O's. I want everyone to write 4 O's, please. O, 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 O. Okay, the first O is obstacle. The first O is obstacle. The second one is option. Look for option. Number 3 is open-minded. You have to be open-minded. Number 4 is overcome. Number 4 is overcome. Number 4 is overcome. Number 5 is opportunity. And number 6 is new outcome. 6 O ഞാൻ പറഞ്ഞില്ലേ, 4 തുടങ്ങി 6 എത്തിയാണ്ടോ. The first one is what? Obstacle. The second one is what? What is second one? Overcome. No, the second one is overcome. You have to be open. You have to have options. You get opportunities. And the last one is outcome. മനസ്സിലാക്കിയ ഈ ഒരു ഫോർമുല ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്തേണ്ടത് അവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. Why? Because you're not blocking yourself. You're learning something every time. How many of you got a GI in the type? Yeah. GI in the type. ഈ ഫോർമുല ഈ ഒരു ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യാം. ഞാൻ എല്ലാം ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കല്ലേ. So, okay. Next question, please. Can I ask the next question? Yeah. Go ahead. ചെയ്യട്ടെ. So ഞാൻ ക്ലാസ്സിലാണ്, ക്ലാസ്സിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടാണ് വന്നത്. സോ ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഞാൻ ഒരിക്കലും ലൈവ് മിസ് ചെയ്യൂലാണ്. കാരണം മിൻഹയ്ക്ക് ഇറ്റ്സ് എ ഡ്രീം ടു കം ലൈക്ക് ഇൻ കൺവെർസേഷൻ വിത്ത് മിൻഹ. സോ എന്റെ ഫാദർക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൻഹാനെ. സോ അവൻ ആസ്ക്ഡ് ഇപ്പം പബ്ലിക് സ്പീക്കർ ലൈക്ക് മാഷാഅല്ലാ മിൻഹ ഇസ് എ വെരി കോൺഫിഡന്റ് പബ്ലിക് സ്പീക്കർ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പബ്ലിക് സ്പീക്കിംഗ്. പക്ഷെ എനിക്ക് എനിക്ക് വിറക്കും ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഒരു even in front of my class എനിക്ക് വർക്കും ഇങ്ങനെ സംസാരിക്കുമ്പോൾ. സോ I just want to overcome. സോ അതിനുള്ള ഒരു ചെറിയ കുട്ടി ടിപ്സ് പറഞ്ഞുതരും. ഷുവർ. ഇത് പറയുന്ന സമയത്ത് ഐ ഡു റിമെമ്പർ വൺ ഇൻസിഡന്റ്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത്, അതായത് യു ഗൈസ് മേ നോ മൈ സ്റ്റോറി, ലൈക്ക് സെക്കൻഡ് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ഡിസയർ ഉള്ളെന്ന് വരുന്നത്. ഐ വോണ്ട് ടു ബി എ പബ്ലിക് സ്പീക്കർ ആൻഡ് ഹിജാബി സ്പീക്കർ എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ സ്കൂളിൽ എനിക്ക് ഒരുപാട് ടൺസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. കാരണം സ്കൂളിൽ മനസ്സിലാക്കി മിന്നയുടെ കോർ ഏരിയ, മിന്നയ്ക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം സ്കൂളിൽ നമുക്ക് എന്ത് ചെയ്തു, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ എൻ ആനുവൽ ഡേ. എനിക്ക് ഒരു ആനുവൽ ഡേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഫോർ എ വെൽക്കം സ്പീച്ച്. ഓക്കെ, വെൽക്കം സ്പീച്ചിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ്. ലൈക്ക് ഓ മാഷാഅല്ലാ, ഞാൻ അന്ന് സ്റ്റേജിൽ സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യം ഐ എം ഗോയിങ് ടു പ്രസന്റ് ദെയർ എന്നുള്ള ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് രാവും പകലും ഇല്ലാണ്ട് അപ്പന്റെ കൂടെ ഇരുന്നിട്ട് ഇത് എഴുതുകയാണ്, സ്പീച്ച് എഴുതുകയാണ്. ലൈക്ക് നാളെ പ്രസന്റ് ചെയ്യാനുള്ളതല്ല. അപ്പൊ സ്പീച്ച് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് വായിക്കണം. അപ്പൊ ഞാൻ അന്ന് അവിടെ എത്തിയിട്ട് ഗസ്റ്റുകളെല്ലാം സ്റ്റേജിലുണ്ട്. ഐ എം ദെയർ ഇൻ ദ സ്റ്റേജ്. അങ്ങനെ സ്റ്റേജിൽ എത്തിയ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഐ ബിക്കേം സ്പീച്ച്ലെസ്. എനിക്കൊന്നും വരുന്നില്ല പറയാൻ. ലൈക്ക് ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഓക്കെ മിൻഹ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി മൈക്ക് എടുത്തിട്ട് ആദ്യം നേരം സംസാരിച്ചത്. നോ, ഐ വാസ് ഇൻ ദ സെയിം സിറ്റുവേഷൻ. വിറക്കലുണ്ടായിരുന്നു, പറയാൻ കിട്ടാണ്ടിരിക്കലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരുപാട് മൈൻഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരിക എന്ന് പറയുന്നത്, ലൈക്ക് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ലൈഫിൽ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇഫ് ഐ എം ട്രൈങ് സംതിങ് ന്യൂ, ഇഫ് ഐ ഗെറ്റ് പ്രാക്ടീസ്ഡ് മോർ ആൻഡ് ഐ ബി എ പ്രൊഫഷണൽ ഇൻ ഇറ്റ്. അങ്ങനെ അതിന്റെ ഒരു പ്രൊഫഷണൽ ആവണം, അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് കൂടുതൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാൻ അന്ന് സ്റ്റേജിൽ കയറുമ്പോൾ മനസ്സിലാക്കി എനിക്ക് പബ്ലിക് ഫിയർ ഉണ്ട്, ലൈക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, വീട്ടിലെത്തിയിട്ട് മിററിന് മുന്നിൽ നന്നായിട്ട് പോയി സംസാരിക്കും. ഐ സ്പീക്ക് വെരി വെൽ. ഞാൻ ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് അപ്പന്റെ ഉമ്മിനോടും പറയും, ഉമ്മിയ അപ്പ റൂമിൽ കയറരുത്, ദിസ് ഇസ് കംപ്ലീറ്റ്ലി മൈ സ്റ്റേജ്, ഇത് എന്റെ സ്റ്റേജ് ആണ് ആൻഡ് ഐ എം സ്പീക്കിംഗ് ഹിയർ. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യും, മൈൻഡിൽ മാനിഫെസ്റ്റ് ചെയ്യും, ഓക്കെ ദേർ ആർ ദീസ് മച്ച് പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് ഐ എം സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ആ മിററിന്റെ മുന്നിൽ മിൻഹ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി എന്ത് ചെയ്യും, സംസാരിക്കും. പിന്നീട് ഗ്രാജുവലി കുറച്ച് ആൾക്കൂട്ടത്തിന്റെ ഇടയിലും ഫാമിലീസിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യും, ഇപ്പൊ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ എല്ലാവരും കൂടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഓക്കെ എനിക്ക് ഇന്ന് ഇവിടെ എന്തെങ്കിലും പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ഗട്ട്സോട് കൂടിയിട്ട് പോയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഐ വോണ്ട് ടു ബി എ പബ്ലിക് സ്പീക്കർ, ഐ വോണ്ട് ടു ബി ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. വി വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ ട്രാക്ക്. നമ്മൾ എപ്പോഴും പണിയെടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് യു വാണ്ട് ടു ബി എ പബ്ലിക് സ്പീക്കർ ആൻഡ് ഇഫ് യു ഹാവ് ദ ഫിയർ ഇൻ യുവർ ഇൻസൈഡ്, ഞാൻ പറയുന്നു ഓരോ ചെറിയ വേദികൾ, ഇപ്പൊ ഇതുപോലത്തെ ഓരോ കമ്മ്യൂണിറ്റീസോ അല്ലെങ്കിൽ ഇത് പ്രോഗ്രാംസ് കിട്ടുന്ന സമയത്ത് യൂസ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ബി എ പബ്ലിക് സ്പീക്കർ ആൻഡ് സ്പീക്കിംഗ് വെൽ. അതുപോലെ തന്നെ മിറർ ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ് മിററിന് മുന്നിൽ സംസാരിക്കല്. ആൻഡ് ഐ വാസ് റിയലി ഒബ്സസ്ഡ് വിത്ത് ദാറ്റ്. ലൈക്ക് മിററിന് മുന്നിൽ പോയിട്ട് ഐ യൂസ് ടു പ്രസന്റ് മോർ
ഓരോ ടോപ്പിക് വെച്ച് സംസാരിക്കുന്നതും എന്റെ ഇപ്പൊ അമ്മനോടൊക്കെ എന്ത് ചെയ്യും, ഒരു ടോപ്പിക് തരാൻ പറയും, എന്നിട്ട് അവര് തരുന്ന ടോപ്പിക് കഴിഞ്ഞ് അവരുടെ മുന്നിൽ സംസാരിക്കും, ഫാമിലീസിന് മുന്നിൽ സംസാരിക്കും, സ്കൂളിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അതിൽ സംസാരിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ഫാത്തിമ മിൻഹ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റിക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് കിട്ടിയത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പം തുടങ്ങണ്ടല്ലേ, കുറച്ചുകൂടെ നേരത്തെ തുടങ്ങണേ. അത് പക്ഷെ കൊറേ അവസരങ്ങൾ കഴിഞ്ഞുപോയി. ഇല്ല ചൈനീസിൽ ഒരു പ്രോവേർബ് ഉണ്ട്, അതായത് ഏറ്റവും നല്ല സമയം 20 വർഷം മുമ്പായിരുന്നു, അടുത്ത നല്ല ദിവസം ഇന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏജ് ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് എവിടെ ഞാൻ ചോദിച്ചു. സെൻസൈക്ക് പറയാനുള്ളത് പറഞ്ഞോ, എന്നിട്ട് അടുത്തത് ഞാൻ പറയാം. സെൻസൈക്ക് പറയാനുള്ള സെയിം തന്നെയാണ്. കാരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം എൻ്റെ കൂട്ടുകാരോട് ഞാൻ സംസാരിച്ചത്, അത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചു, പക്ഷെ എനിക്ക് 30 സെക്കൻഡ് പോലും സംസാരിക്കാൻ പറ്റില്ല. 30 സെക്കൻഡ് പോലും ഞാൻ എന്താണ് എന്തോ ഒരു മലയാളത്തിൽ എന്ത് പറയുമല്ലോ, അങ്ങനെ ആയിപ്പോയി. ആകെ ബുദ്ധിമുട്ടായി പോയി, എനിക്ക് വാക്കും കിട്ടില്ല, ഒന്നുമില്ല, വായിലൊക്കെ വെള്ളമൊക്കെ വറ്റിപ്പോയി. പിന്നീട് മിൻഹ പറഞ്ഞ പോലെ തന്നെ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഇന്നും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് റൂമിൽ പ്രാക്ടീസ് ചെയ്യും. ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 40 വർഷം ഞാനിത് ചെയ്യേണ്ടത്, പക്ഷേ എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാൽ പോലും നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വരുമ്പോൾ ഞാൻ ഇങ്ങനെ തല ചോറിയും, ഞാൻ ഫുൾ ഡയലോഗൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ അവൾ മിണ്ടാതെ കയറി വരുമ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അത് പ്രസൻറ്റേഷൻ്റെ മൂഡിലായിരിക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് വല്ല പൊട്ടക്കളിയൊക്കെ കളിച്ച് പിന്നെ അങ്ങോട്ട് പോകും. അത് ഇപ്പോഴും ചെയ്യും കേട്ടോ, അവൾക്കറിയാം ഞാനിത് പൊട്ടക്കളിയൊക്കെ കളിക്കുന്ന ആളാണെന്നുള്ളത്. പുറത്ത് ഞാൻ പൊട്ടക്കളി കളിക്കില്ല, പക്ഷേ വീട്ടിലുള്ള എല്ലാ പൊട്ടക്കളിയും ഞാൻ കളിക്കും. എൻ്റെ മക്കളൊപ്പം ഞാൻ സ്ഥിരമായിട്ട് കളിക്കുന്ന വ്യക്തിയാണ്, കുട്ടികൾക്കും അറിയുന്ന മക്കൾക്കൊക്കെ അറിയാം. സോ practice does not make you perfect until otherwise you practice perfectly. എത്ര പേര് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ ആയി ടൈപ്പ് ചെയ്യാം. Practice does not make you perfect until and otherwise you practice perfectly. അപ്പോൾ ആ പെർഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ ഒരു കോച്ച് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യണതൊക്കെ ശരിയാണ്, ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ പ്രാക്ടീസ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് നിങ്ങളെ കോച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ പറഞ്ഞത്, നിങ്ങൾ ഗുരു പറഞ്ഞത്, അങ്ങനെയല്ല കേട്ടോ മോളെ, ഇങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെ സംസാരിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇന്റർനാഷണൽ പോയിട്ട് ഈ 30 സെക്കൻഡ് സംസാരിക്കാത്ത ആൾ ഇന്ന് 48 രാഷ്ട്രങ്ങൾ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതല്ലേ? എത്ര പേർക്ക് ഇഷ്ടമാണത്? ഇന്ന് 48 രാഷ്ട്രങ്ങൾ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് 139 രാഷ്ട്രങ്ങൾ സ്റ്റുഡൻ്റ് ഉണ്ട്, 139 രാഷ്ട്രങ്ങൾ ഇന്നും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ ഇങ്ങനെയും ക്ലാസ് ഇട്ടിരിക്കുമ്പം എൻ്റെ ടീച്ചർ പറഞ്ഞത് അങ്ങനെ കൈ കെട്ടിയെടുക്കരുതെന്ന് പറഞ്ഞു. മനസ്സിലായി? ഓരോരോ കാര്യം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കാം ഇത് ശരിയല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഓപ്പൺ മൈൻഡഡ്നെസ്, നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ എന്ന് പറയുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ബി ഓപ്പൺ ടു ലേൺ. എപ്പോഴും പഠിക്കാൻ റെഡി ആയിരുന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും പഠിക്കും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആ കണ്ണാടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്യാമറ മുമ്പിൽ സംസാരിക്കാം. ഇന്ന് നിങ്ങളുടെ ഏറ്റവും നല്ല ടൂൾ എന്ന് വെച്ചാൽ ഒരു വീഡിയോ ക്യാമറ, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ എന്തോ ഉള്ളത്, അത് സംസാരിക്കുക. കാരണം അത് പിന്നീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ണാടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറ്റുക വെച്ചാൽ അത് പോയി, നമുക്കറിയില്ല. പക്ഷേ നമ്മളൊരു ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ടോക്ക് ടു എനി വൺ അറൗണ്ട് ദ വേൾഡ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ് സേ ക്രിസ്റ്റൽ ക്ലിയർ? ക്യാമറ നോക്കുക, ദിവസം ഒരു 3 മിനിറ്റ് സംസാരിക്കുക. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. ഇന്ന് ഞാൻ പപ്പടം പൊരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അടിച്ചു വാരി എന്ന് പറഞ്ഞാൽ അത് തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു സ്റ്റോറി വായിച്ചു എന്ന് പറഞ്ഞാൽ തുടങ്ങാം. എന്ത് തന്നെ ആയാലും വേണ്ടിയില്ല. ഓക്കെ, യു ടോക്ക്, യു സ്റ്റാർട്ട്. എത്ര പേരാണ് ഇന്നൊരു വീഡിയോ റെക്കോർഡ് ആർക്കും അയച്ചു കൊടുക്കണ്ട. നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. എത്ര പേരുണ്ട്? ഇന്ന് ടൈപ്പ് ചെയ്യാം. അല്ല, ഇവിടെ ഇരിക്കണ 290 ആൾക്കും ഒരു കാര്യമില്ല. Can you all record a video for 2 minutes, maximum 2 minutes, don't go beyond that, and watch the video and enjoy. ഇപ്പോഴും ചെയ്യണ്ട, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അത്ര സ്പീഡാവണ്ട, എന്ന് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു മെയിലിന്റെ കോൾ എടുക്കട്ടെ. കുറെ നേരം Right. Okay, go ahead. Yeah, you can ask the question, please. ഹായ് മിൻഹ, ഞാൻ നിത. ഹായ് നിത. ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ ഒരു ജനറേഷൻ അറിയാലോ, ന്യൂസുകളിൽ ഭയങ്കര പടക്കമായിട്ടല്ലേ കേൾക്കുന്നത്. അതും അതെ കേൾക്കാം. അപ്പോ ഈ ഒരു ജനറേഷന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു അഡ്വൈസ്, എങ്ങനത്തെ അഡ്വൈസാ വേണ്ടേ? ഒരു എന്താ പറയാ, നല്ലൊരു കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ്. മെസ്സേജ്, ജസ്റ്റ് ബി എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. അതാണ് ഞാൻ അന്ന് ഞാൻ എന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഹ്യൂമാക്സ് പ്രോഗ്രാമിന് പോയത്. കണ്ടുകണോ ഇൻസ്റ്റഗ്രാം റീൽസില്? അവസാനം ഇവര് റിയലൈസ് കണ്ടത്, മനസ്സിലാക്കിയത്. യെസ് അതന്നെ. അപ്പൊ അതില് ഞാൻ പോയ സമയത്ത് നമ്മുടെ സെൻസായിനെയും ഫറൂഖ് സെൻസായി സാറിന് ഗെറ്റിംഗ് ദ സാർ വൺസ് അഗൈൻ, ഫറൂഖ് സെൻസായിനെയും അതുപോലെ തന്നെ റിയാസ് ഹക്കീം സാറിനൊക്കെ അവിടെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത്, ഐ വാസ് ഹാവിംഗ് ദറ്റ് ബിഗ് ഡിസയർ. അവരവിടെ പഠിപ്പിക്കുന്നത് ഹ്യൂമാനിറ്റിയാ. ദേ ആർ ടീച്ചിങ് ഹ്യൂമാനിറ്റി ഫോർ ദ പീപ്പിൾ. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ ഭയങ്കര ഡിസയർ, അന്ന് ഞാൻ മൈൻഡിൽ ഉറപ്പിച്ചു വെച്ചതാണ്, ടീനേജേഴ്സിന്, അതായത് ഇനി ലോകം നയിക്കാൻ പോകുന്ന ലീഡേഴ്സിന് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സംഭവം കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് എൻ ഹ്യൂമൻ? പച്ചയായ മനുഷ്യനാവുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. റെഡി ടു ബി ഹിയറിങ് അതേഴ്സ്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുക, സൊസൈറ്റിയിലേക്ക് ഇറങ്ങി അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നോക്കുക. ബിക്കോസ് നമ്മുടെ ലോകം എന്ന് പറയുന്നത് വെറും 4 ചുമരുകളിൽ ലോക്കായി പോവാണ് അല്ലെ? നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണും നമ്മുടെ കൈകളിലുള്ള സോഷ്യൽ മീഡിയയും വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ചുരുങ്ങി പോവാണ്. അവർ വേൾഡ് ഇസ് ലൈക്ക് ദിസ് മച്ച്, വി വോണ്ട് ടു എക്സ്പാൻഡ് ദിസ്. നമുക്ക് നമ്മുടെ ഈ വേൾഡ് എന്ത് ചെയ്യണം, നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് വി വോണ്ട് ടു എക്സ്പ്ലോർ, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയണം. വി ഷുഡ് ബി എ കോമൺ പേഴ്സൺ. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ നല്ലൊരു മനുഷ്യനാവാൻ പറ്റണം. വി ഷുഡ് ബി എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. ഹ്യൂമാനിറ്റി എന്നുള്ളത് നമ്മുടെ ഒരു കോർ ഏരിയ ആയിട്ട് പിടിക്കണം. ഇപ്പൊ എല്ലാരും, എന്റെ ഒരു മെയിൻ എയിം, ഞാനും ഫറൂഖ് സെൻസായും കൂടെ നമ്മൾ കാണുന്ന ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് 2K കിഡ്സ് അങ്ങനെയാണ്, 2K കിഡ്സ് ഇങ്ങനെയാണ്, ദേ ആർ ദിസ് ബാഡ്, ദേ ആർ ദിസ് റോങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വി ഷുഡ് പ്രൂവ്, ദിസ് കമ്മ്യൂണിറ്റി ഷുഡ് പ്രൂവ് ദാറ്റ് ഇസ് റോങ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ കുട്ടികൾ, അതായത് മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വി ഷുഡ് പ്രൂവ് ദേ ആർ റോങ്. നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം ഇൻ എ വെരി ഗുഡ് മാനർ. നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവർ പറയണം, ടീനെക്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾ മാഷാ അല്ലാ, അവരാണ് ശരിക്കും ടീനേജ് എന്ന് പറയണം. കാരണം പലപ്പോഴും നമ്മൾ നോക്കുന്നത് ലൈക്ക് മെജോറിറ്റി ഇപ്പോ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ ടീനേജിൽ തന്നെ നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഈ ചീത്ത കാര്യങ്ങളിലേക്കാ. ഇതിൽ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് there is a good side. ഒരുപാട് ടീനേജേഴ്സ് ഉണ്ട് ഡൂയിങ് എ വെരി ഗുഡ് തിങ്സ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഒരുപാട് കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരുപാട് ടീനേജേഴ്സ് ഉണ്ട്. പക്ഷെ അവരെ നോക്കിയിട്ട് നമ്മൾ അവരെ നോക്കാൻ തയ്യാറാവണില്ല. വി ആർ ലുക്കിംഗ് ഔട്ട് ടു ദ ബാഡ് തിങ്സ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റിയിട്ട് ബി എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. നമ്മൾ നല്ല മനുഷ്യനാകാം, കേൾക്കാൻ പറ്റുന്ന, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന, ആരെങ്കിലും ഒരാൾ പ്രശ്നം വന്ന് പറയുന്ന സമയത്ത് ആര് കൂടിയില്ലെങ്കിലും ഞാനുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മൾ എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ആളുകൾ. ആ സഫർ ചെയ്യുന്ന ആളുകളെ ഓക്കെ ഐ എം ഹിയർ വിത്ത് യു, ലെറ്റ് സോൾവ് ദിസ് എന്ന് പറഞ്ഞിട്ട് ആ ഷോൾഡർ പിടിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത് പാരന്റ്സിനായിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ. We should be the one raising the next generation. We are the one raising the next generation. We are the upcoming leaders. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബീങ് എ ലീഡർ. ഇപ്പൊ നേരത്തെ നമ്മുടെ സെൻസായി പറഞ്ഞു, നമുക്ക് റൈറ്റ് പാത്ത് വേ അറിഞ്ഞിട്ട് when we are being a hand to hold for someone, നമുക്ക് ഒരാൾ കൈ പിടിക്കാം, ഓക്കെ ഈ ഒരു പ്രശ്നത്തിലാണ്, കര കയറാം, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ that is the one of the biggest message I want to give to all the teenagers. Be yourself and be ready to help others. ബാക്കി സെൻസായി പറയും. ഐ തിങ്ക് ഞാൻ ഒറ്റ ലൈനിൽ ഞാൻ പറഞ്ഞുതരാം. The fastest and the best way in your life is to help somebody else to be the best in their life. എത്ര പേർക്ക് മനസ്സിലായി? നമുക്ക് നമ്മുടെ ജീവിതം നാളെ നോക്കും, ചിലപ്പോൾ ഒരുപാട് പണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് പണം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ആ സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ ജീവിതം നല്ലതാണെന്നുള്ള സന്തോഷം. എന്തുകൊണ്ടാണ് നിങ്ങളെ പഴയ പഠിപ്പിച്ച ടീച്ചറിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം, ടീച്ചറേ എന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കല്ലോ. ആരെങ്കിലും പോയില്ല, ടീച്ചർമാരെ കണ്ടാൽ എത്ര പേരുണ്ട് ആയിന്ന് ടൈപ്പ് ചെയ്യുക, ടീച്ചറെ കണ്ടാൽ ഭയങ്കര സന്തോഷം, ഓടി ചെന്നിട്ട്. അപ്പോൾ ചിലപ്പോൾ ടീച്ചറിന് ചിലപ്പോൾ അറിയണ്ടാവില്ല നിങ്ങൾ ആരാ, എന്താ മോളെ പേര്, ഏത് ബാച്ചായിരുന്നൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് ചോദിക്കേണ്ടത്. കാരണം പ്രായമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ടീച്ചറിനോട് ഭയങ്കര ഇഷ്ടമാണ്. സോ ദ ബെസ്റ്റ് വേ to be the best person in their life is to help somebody else to become the best version in their life. അവരെ ഒരു വ്യക്തിനെ മാറ്റിയിട്ട് അവരെ ലൈഫ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ, ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മളെ മക്കളുടെ അടുത്ത് പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മളെ മക്കളെ വളർത്തിയില്ലേ, അവരൊക്കെ നോക്കിയില്ലേ, ചെറുത് മുതൽ വലുതാക്കി കഴിഞ്ഞാൽ ഇന്നെ നോക്കുമല്ലോ എന്ന് വിചാരിക്കേണ്ട. അത് മാറിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഇന്ന് അവർക്ക് ജീവിച്ചു പോകണം,
അല്ലേ? അവർ കല്യാണം കഴിച്ചിട്ട് അവർ ജീവിതം അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അവർക്ക് അവരുടേതായ ഒരു ജീവിതം ഉണ്ട്, അത് നമ്മൾ അവർക്ക് കൊടുക്കുക, അത് റെസ്പെക്ട് ചെയ്യുക. അപ്പം അവരൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, നിങ്ങൾ പ്രായം ചെല്ലുമ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം, ജീവിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. And at the same time, make sure that you help somebody else to become the best of the best version. മറ്റുള്ളവരെ എത്രത്തോളം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, സഹായിക്കാന്ന് വെച്ചാൽ ടൈം കൊടുത്തിട്ട് സഹായിക്കണമാണ് ഏറ്റവും വലുത്. എത്ര പേർക്ക് മനസ്സിലായി? പൈസ കൊടുത്ത് സഹായിക്കില്ലല്ല. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ കിട്ടുന്ന ടൈപ്പ് ചെയ്യാം. It's not about giving money. It's not about giving money. You can get money from somewhere else, but if you could give your time, your ear to listen to what other people are saying, that is the biggest thing that you can give to somebody else. Thank you. Next call, please. Yeah. സാർ ഞാനൊരു കാര്യം സെൻസേ നേരത്തെ എന്തായാലും നാദിയ മുജീബ് ഒപ്പം അത് സാർ വന്നിട്ട് എന്റെ കേസിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ സ്റ്റുഡൻസ് പറഞ്ഞാല് കുട്ടികളെ പറഞ്ഞാൽ മൊത്തത്തിലൊരു ഫോണിനോട് ഭയങ്കരമായിട്ട് അഡിക്ഷൻ എന്ന ആൾക്കാരായിട്ടല്ല. എന്റെ കേസിൽ പറഞ്ഞാല് ഞാൻ ചെറുതിലെ ഓൾമോസ്റ്റ് ഒരു 8ാം ക്ലാസ് മുതലാണ് എന്റെ എനിക്ക് സ്വന്തമായിട്ട് ഫോൺ കിട്ടിയത്. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞ എന്റെ സിബ്ലിങ്സിനോട് വലുതായിട്ട് മിങ്കിളല്ല. എന്റെ റൂമിൽ മാത്രം ഇരിക്കുക, ഫുൾ ടൈം ഫോണ്. ഞാൻ അങ്ങനെ സ്കൂളിലൊന്നും പോക്കില്ല. പിന്നെ 9th ഒക്കെ കട്ടായോ? എനിക്ക് മാത്രമാണോ? അല്ല, എന്താ പറ്റിയേ? എല്ലാരോടും സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ആരോടും മിങ്കിളാവാൻ പറ്റണില്ല ഇപ്പൊ ശരിക്കും. ഞാൻ എന്നിട്ട് ഓരോ ഇങ്ങനെ മിനത്താന്റെ വീഡിയോസിലും കാണുമ്പോ എനിക്ക് അങ്ങനൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഞാൻ ഇപ്പം തന്നെ എനിക്ക് സംസാരിച്ചത് എനിക്കൊന്ന് കയ്യും കാലൊക്കെ വരക്കാണ്. കാരണം സംസാരിക്കാണ്ട് നിന്നിട്ട് സംസാരിക്കുമ്പോ അപ്പൊ ആ ഒരു ഫിയർ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാന് എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ സംസാരിച്ച് ഞാൻ വിചാരിച്ചു. ഞാൻ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന സമയത്ത് അവരെന്നോട് പറയാ, ഇൻക്ലൂഡിങ് ഫാമിലി തന്നെ ആയിരിക്കും പറയാ, പറയുന്ന മുഴുവൻ മണ്ടത്തരാണല്ലോ. അതും കൂടി കേൾക്കുമ്പോ പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നില്ല, പേടിയാണ്. അതങ്ങനെ മാറ്റാം. ഒന്ന് മനസ്സിലാക്കുക, ഇന്നിപ്പോ മോള് വന്നല്ലോ ഇവിടെ, വന്നില്ലേ? ഓക്കെ, സംസാരിച്ചില്ലേ? ധൈര്യത്തിൽ സംസാരിച്ചില്ലേ? ആരെയും കളിയാക്കിയോ? ആരെയും കളിയാക്കോ നിങ്ങള്? ഇല്ല. നാളെ ഇതേപോലെ സംസാരിച്ച് ആരെയും കളിയാക്കോ? ഉറപ്പല്ലേ? അപ്പൊ അടുത്ത ആഴ്ച ഇതേപോലെ വരാം. വന്നൂടെ? എത്ര പേര് റെഡിയാണ് അടുത്ത ആഴ്ചയും വരാൻ ഇതേപോലെ? എത്ര പേരുണ്ട് റെഡിയാണ്? I love it. I love it എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളെ മിന്നാത്താന്റെ ഒപ്പം നിങ്ങൾ ഇരുന്ന് സംസാരിക്കാം. മിന്നാത്താനൊന്നും കിട്ടില്ല കേട്ടോ, ഇപ്പോഴേ കിട്ടുള്ളൂ. ഒരാഴ്ച ഒരു ദിവസം ഞാൻ മിന്നാത്താനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. I love it. ഓക്കെ, അപ്പൊ ആ പേടിയൊക്കെ മാറും. ഓക്കെ, നിങ്ങളെ കൊണ്ടിരുന്നോ? എങ്ങനെ? മിന്നഹത്ത നിങ്ങളെ കൊണ്ടിരുന്നോ അല്ലെ മിന്നഹത്ത നിങ്ങളെ കൊണ്ടിരുന്നാണോ? അങ്ങോട്ട് കൂടി കൊണ്ടുവരുമല്ലോ. ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ടാവോ? അതൊക്കെ നമ്മൾ സംസാരിക്കാം. ആഫ്റ്റർനൂൺ ആ ക്ലാസ്, അല്ലെങ്കിൽ സാറ്റർഡേ ആണോ ക്ലാസ്, ഈവനിങ് ആണോ, അതൊക്കെ നിങ്ങൾക്ക് ഏതാ ഏറ്റവും നല്ലത്, ഏറ്റവും കൂടുതൽ ആർക്കാണ് അതുകൊണ്ട് ഉപകാരപ്പെടുക, അതിനനുസരിച്ച് നമ്മൾ ടൈം ഒക്കെ മാറ്റും കേട്ടോ. ഓക്കെ, എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും? ഓക്കെ, മിന്നോട് ചോദിച്ചു. അല്ല, ആദ്യം ഒരാൾ ചോദിച്ചു. ചോദിച്ചോളൂ. ആദ്യം ചോദിച്ചാള് ചോദിച്ചോളൂ. അല്ല, there was somebody else before you. ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, നിങ്ങൾ സംസാരിച്ചോളൂ, ടൈം വേസ്റ്റ് ചെയ്യണ്ട. ആഫ്റ്റർ സെക്കൻഡ് PUC എന്ത് കോഴ്സ് ചെയ്യാൻ കോമേഴ്സ് എടുത്തവർ അവർക്ക് I'll tell in English, I don't know Malayali. Okay, go ahead. Yeah, go ahead. This after second PUC, what I have to choose, I don't have any right way. Can you prefer? Okay. What is the course that you did right now? Commerce, I guess. Yeah. What is Commerce, okay. Computer science. Okay. Okay, computer science and commerce. That what you have to do is you can one day sit with me, and in most cases I do answer these questions. It's an open forum, which I normally conduct on Saturdays and Sundays. You can ask me, and I'll be asking you a lot of questions, which I can do right now. I can't do that. However, I'll be doing that on Saturdays and Sundays. You can have an open session where I'll be digging down deeper into you and to identify what is the area that you have to grow, rather than looking for what is available. It's not about what is available. It's all about what you want to be in your life. You got me?
Yes, yes. Okay, so I'll be asking you a lot of questions so that you'll get more clarity about it. ഇത് ഇത് നമ്പർ Hmm? നിങ്ങളുടെ നമ്പർ ഇല്ല നമ്പർ അല്ല, നിങ്ങൾ ഇവിടെ ഗ്രൂപ്പിൽ തന്നെ കിട്ടും അത്. ഓക്കെ, ഗ്രൂപ്പില്. ഓക്കെ എന്റെ നമ്പർ ഓക്കെ കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ ഒരു ഫോൺ എടുക്കാറില്ല. ഓക്കെ, സോ ഡോണ്ട് വറി. സോറി. താങ്ക് യു. സർ ഞാൻ ചോദിച്ചു. Thank you so much. Thank you. നെക്സ്റ്റ് സർ ഞാൻ ചോദിച്ചു. അല്ല, ഒരു ആൺകുട്ടി ചോദിച്ചു. Nabil. നബീൽ ആ ചോദിച്ചു. സർ എനിക്ക് ഉള്ള ഒരു വലിയൊരു ഡൗട്ടാണ്. ഇപ്പം എന്താന്ന് വെച്ചാല് ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ഗ്രൂപ്പ് പറഞ്ഞായിരുന്നു, ഞാനൊരു 18 വയസ്സുള്ള ആളാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്ന കഥ പറഞ്ഞില്ലേ. അപ്പം അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാല് ഇപ്പം എന്റെ ഫാമിലിയിലാണെങ്കിലും ഇപ്പം ഞാൻ എന്റെ പങ്ങളെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അവിടെ എന്റെ ഒരു സ്റ്റുഡന്റ് അവിടുത്തെ നേഴ്സാണ്. അപ്പം നമ്മളവിടെ പോയപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ പങ്ങളുണ്ട്, പക്ഷെ ഇവർക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ ആണ് ഇതിന്റെ ആള് എന്നുള്ളതൊന്നും. അങ്ങനെ എന്റെ ഉമ്മാനെ കണ്ടവര് സംസാരിച്ചപ്പം എന്റെ വീട്ടുകാരെപ്പോഴും എന്നെ എല്ലായിടത്തുനിന്നും മാറ്റി നിർത്തും. അതായത് ഞാൻ ചെറുതാണ്, ഞാൻ പുറത്ത് ഔട്ട് ചെയ്യരുത് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്ത് എന്റെ അളിയനെ കാണിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇതിന്റെ ആരോ അല്ല, ജസ്റ്റ് കാര്യങ്ങൾ പറയുന്ന ആള് മാത്രമാണ്, മെയിൻ ആള് എന്റെ അളിയൻ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്. അപ്പം ഇപ്പോഴാണെങ്കിലും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാല് ഞാൻ ആരാന്ന് പറഞ്ഞാൽ ഇത് തകരും എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ സാറിന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്റെ കാര്യങ്ങൾ പുറത്തറിഞ്ഞിട്ട് ബ്രാൻഡ് കൊടുക്കുന്നതാണോ നല്ലത്, അതോ ഇപ്പം ചെറിയ ഏജ് ആണ് ശരിക്കും, പക്ഷെ ഇപ്പം 1000-ലേറെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, 3-4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാമിലിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണോ, പിന്നെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്, ഞാനിത് ചെയ്യുമ്പോൾ കൊളാവും, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. അപ്പം സ്വന്തമായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാൻ സെൽഫായിട്ട് ഞാൻ മാർക്കറ്റ് ചെയ്യണോ, അതോ ഞാൻ വേറെ ഇപ്പൊ ചെയ്യുന്ന പോലെ വേറെ ആരെങ്കിലും മുന്നിൽ കാണിച്ച് ഞാൻ ഒളിഞ്ഞു മാറി നിൽക്കണോ? എന്താണ് സാറിന് പറയാനുള്ളത്? ജീവിതത്തിൽ ഒളിഞ്ഞു മാറാനാണോ താല്പര്യം? ജീവിതത്തിൽ ഒളിഞ്ഞു മാറാനാണോ താല്പര്യം? അല്ല, എനിക്ക് പബ്ലിക് ആൻസർ മൈ ക്വസ്റ്റ്യൻ. ജീവിതത്തിൽ ഒളിഞ്ഞു മാറാനാണോ താല്പര്യം നിങ്ങൾക്ക്? അല്ല അല്ല അല്ലല്ലോ. നമ്പർ 1. അല്ല അല്ല. നമ്പർ 2, നിങ്ങൾ 18 വയസ്സായില്ലേ? 18 വയസ്സെന്ന് പറഞ്ഞ് നിങ്ങളെ മദറും പാരൻസ് നിങ്ങൾ ചെറുതാക്കി കാണുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റുണ്ട്. മനസ്സിലാക്കുക. ഞാൻ 4 ആൾക്കാരുടെ പേര് പറയാം. ഓക്കെ, ഒന്ന് ഫാത്തിമ മിൻഹ. ഓക്കെ, നമ്പർ 2 സന യാസിർ. നമ്പർ 3 is Lakshmi. Number 4 is I'm not getting the name right now. ഈ 4 പേരും മനസ്സിലാക്കുക, ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള കോച്ചസും ലീഡേഴ്സും സ്പീക്കേഴ്സായി മാറിയ ആൾക്കാരാണ്. ഇതിന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ ആൾക്കാരെ ഈ കാണുന്ന, നിങ്ങൾ ഇരുന്ന് കാണുന്ന ആള്, മനസ്സിലായില്ലേ? സെനനെ നോക്കിക്കഴിഞ്ഞാൽ സെന പഠിപ്പിക്കുന്നത് അമേരിക്കൻസിനെയും യൂറോപ്യൻസിനെ പഠിപ്പിക്കുന്നത് കുട്ടി ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. മനസ്സിലാവുണ്ടോ? ഈ ലക്ഷ്മി തന്നെ കുട്ടി 5ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ശശി തരൂർ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്ത ആ കുട്ടീനെ സംസാരിച്ചൊക്കെ ചെയ്ത്. കാരണം ശശി തരൂർ ഏതാണോ വാക്ക് യൂസ് ചെയ്ത് 150 അക്ഷരമുള്ള വാക്ക് യൂസ് ചെയ്ത് അതേ ആ കുട്ടി 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കും. ആ കുട്ടി അതേ വാക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞ് നോക്കിയാൽ തൃശ്ശൂരുള്ള ആ കുട്ടി അതേപോലെ പറയാൻ മാത്രമല്ല, ആ കുട്ടി ഇത് ക്യൂബിക് ഉണ്ടല്ലോ, ക്യൂബിക് പോലും അത് കറക്റ്റ് ചെയ്ത് 2 ഒരുമിച്ച് ചെയ്തത്. എന്നിട്ട് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറിയാളാ. അപ്പൊ അവര് ബ്രാൻഡ് അല്ലേ. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ 11ാം ക്ലാസ്സിൽ അത് പഠിക്കുമ്പോൾ ഞാൻ ഇതായത് ഇൻസ്ട്രക്ടർ ആയത്, ട്രെയിനർ ആയത്. അപ്പൊ നിങ്ങളാന്ന് പറഞ്ഞതിന് യാതൊരു കുഴപ്പമില്ല. ഒന്ന് മനസ്സിലാക്കേണ്ടത് മെച്യൂരിറ്റി ആണ് വേണ്ടത്. മെച്യൂരിറ്റി ചെറുപ്പത്തിൽ മുതൽ തന്നെ നിങ്ങൾക്ക് ലീഡർ ആവാം. നിങ്ങളാണെന്നുള്ള പറയാം, ഞാനാണ് ഇൻസ്ട്രക്ടർ. ഞാൻ എന്താണ് സബ്ജക്ട് എന്താ എടുക്കുന്നത്? ഡിഗ്രിയാണ്. എന്താ അല്ല, ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ ഇതിന്റെ ഓണറാണ്. ഒരു 15 ഫാക്കൽറ്റീസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ. യുവർ ലീഡർ. യു ബിക്കം. വൈ ഡു യു ഹൈഡ്? നാളെ നിങ്ങൾ നോക്കിയിട്ട് വേണം മറ്റൊരു പഠിക്കാന്. ശരിയല്ലേ? ഇസ് ദാറ്റ് കറക്റ്റ്? യു കം ഫോർവേഡ് മാൻ. പുറത്തേക്ക് വരാ, ക്യാമറ വരാ. ഞാനന്ന് പറയാ, ഏറ്റവും ചെറുപ്പത്തിൽ ആരാണ് വിജയിക്കണം അവരാണ് ലോകം അറിയപ്പെടില്ലേ. എല്ലാം കുറെ പ്രായമായിട്ട് ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ചെറുപ്പക്കാർ പുറത്തേക്ക് വരാൻ ഞാനിത് 15 ഫാക്കൽറ്റീസിന് വെച്ച് ഞാൻ റൺ ചെയ്യുന്നത്. ഇതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. എത്ര പേര് അംഗീകരിക്കുന്നത്? എൽന്ന് ടൈപ്പ് ചെയ്യാം. ഇതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. അല്ലാതെ ഉള്ളിൽ പോയി കിടന്ന് ഉറങ്ങലല്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. മനസ്സിലാവണം നിങ്ങൾക്ക്?
ആ, നബീൽ. ഞാൻ നബീൽ ചെയ്യാൻ എന്താ വിചാരിച്ച പേരെന്തായിരുന്നു? പേര് നബീൽ എന്നാണ്. ഞാൻ 3ാം ക്ലാസ് വരെ സ്കൂൾ പഠിച്ചിട്ടുള്ളൂ, പിന്നെ അത് മൊത്തം മതി. ഹോസ്റ്റലായിരുന്നു. മൂന്നാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിനെ പറ്റി ഇപ്പൊ റീസെന്റ് ഞാൻ കേട്ടത് എത്ര 160ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് ഇത് പെർഫ്യൂം ഒക്കെ സെല് ചെയ്യണം, എത്ര 15 ഭാഷ അറിയുന്ന ഒരു വ്യക്തി, മലപ്പുറംകാരൻ. എന്താണ് എന്ത് മൂസാണ്? സ്പാനിഷ് അല്ലല്ലോ, പോളൻ മൂസ എന്ന് പറഞ്ഞിട്ട്. 3ാം ക്ലാസ് വരെ മൂന്നാം ക്ലാസ്. കമൽഹാസൻ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചത് നല്ലതാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ PG ക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ആൾക്കാർ എന്നെക്കാളും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാ. എത്ര പേര് മനസ്സിലായി? അത് വിചാരിച്ച് പഠിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, അതല്ല. അല്ല, ഞാൻ പഠിക്കുന്നുണ്ട്. 3 കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ ഡിഗ്രിക്കും അപേക്ഷിക്കാനുണ്ട്, ഡിസ്റ്റൻസ് ആയിട്ട് അപ്പൊ മൊത്തം. നിങ്ങളെ നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ പഠിക്കാണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ട് സ്റ്റേജിൽ സംസാരിച്ചിട്ടുണ്ടോ? സ്റ്റേജിൽ അത് ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസമായിട്ടു. അതൊന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസുകൾ. അത് നാളെ ഒരു സ്റ്റേജിൽ, കോൺഫറൻസിൽ, കോൺക്ലേവിലൊക്കെ പോയിട്ട് സംസാരിക്കുക. അതാണ് ലീഡർഷിപ്പ്. ഞാനിപ്പം ഇത് തുടങ്ങിയതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഈ പ്രസംഗം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ ഇതിപ്പോ ഇതാണ്, ഞാൻ എന്തെങ്കിലും അത് വേറെ, ഇത് വേറെ. നിങ്ങൾ ചെറുതല്ല. നിങ്ങളുടെ മൈൻഡ് വലുതാണ്. അതാണ് നോക്കേണ്ടത്. ഇതിനാണ് നമ്മൾ മൈൻഡ് സെറ്റ് എന്ന് പറയല്. എത്ര പേർക്ക് മൈൻഡ് സെറ്റ് മനസ്സിലായി? MS എന്ന് എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഇതിനാണ് മൈൻഡ് സെറ്റ് എന്ന് പറയല്. പുവർ മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയും. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, റിജിഡ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഫിക്സ് മൈൻഡ് സെറ്റ് എന്ന് ഒരുപാട് പേരുകളുണ്ട്. ഇതിനാണ് നമ്മൾ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുക. അതായത് നിങ്ങളെ ഫാക്കൽറ്റീസിന് ഇല്ലാത്ത മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത്. ശരിയല്ലേ? നിങ്ങളെ ഫാക്കൽറ്റീസ് ചിന്തിക്കണ പോലെയല്ല നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ലീഡറിനെ പോലെ ഫാക്കൽറ്റീസ് ചിന്തിക്കണം. അവിടുത്തെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇസ് ദാറ്റ് കറക്റ്റ്? യെസ്. സോ യു ആർ എ ലീഡർ. മുമ്പോട്ട് വരില്ലേ? വരും ഇൻഷാല്ലാ. ഓക്കെ, ഗുഡ്, താങ്ക് യു. പുറത്തറിയിക്കാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ പേടിച്ചിട്ടല്ല, എന്റെ ഫാമിലിക്കാണ് ഇത് ഇഷ്ടം. ഞാൻ ഫാമിലി മാറ്റി നിർത്തുക. ഈ ഒരു കാര്യത്തിൽ ഫാമിലി മാറ്റി നിർത്തുക. നിങ്ങൾ ബ്രാൻഡാക്കി മാറാൻ മുമ്പിലേക്ക് വരാം. അവര് ഫാമിലി ചിലപ്പോൾ പഴയ ചിന്തക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലായിരിക്കാം. ബട്ട് കീപ് ഇറ്റ് അവേ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ ഈ ബിസിനസ്സിന് ഇന്ന് 15 ഫാക്കൽറ്റീസിന് നാളെ അത് 50ഉം 100ഉം ആക്കാൻ മാറ്റാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ട്. ഞാനിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1000 കുട്ടികളിൽ നാളെ അടുത്ത ഒരു വർഷം വരുമ്പോൾ 2000 3000 ആക്കി മാറ്റാൻ പറ്റില്ല നിങ്ങൾക്ക്? ഇൻഷാല്ലാ, എന്തായാലും. കാരണം ഞാൻ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത് നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് മാർക്കറ്റ് ചെയ്യല്, ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യല്. വേറെ സ്റ്റാഫുകളൊന്നുമില്ല. ഫാക്കൽറ്റീസ് വെച്ച് ബാക്കിയെല്ലാം ഞാനാ ചെയ്യാറ്. അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യല്. ചിലർ അങ്ങനെ തന്നെ എല്ലാം ചെയ്യല്. മനസ്സിലായി? ആദ്യം നമ്മളെല്ലാം ചെയ്യണം, പിന്നീട് അത് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. ലീഡർഷിപ്പാണത്. റെഡിയാണോ? അടുത്ത ഒരു വർഷം ആകുമ്പോഴേക്ക് 3000 ആൾക്കാരുണ്ടാക്കൂ. ഇൻഷാല്ലാ, എന്തായാലും ഈ സെമസ്റ്ററിൽ കഴിഞ്ഞ അടുത്ത സെമസ്റ്റർ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും എന്റെ ടാർഗറ്റ് 5000 സ്റ്റുഡൻസ്. എല്ലാവരും 5000 ടൈപ്പ് ചെയ്യുക. എല്ലാവരും 5000 ടൈപ്പ് ചെയ്യുക. അവിടെ എല്ലാവരും പോയി ടൈപ്പ് ചെയ്യുക. 5000 ടൈപ്പ് ചെയ്യുക. എല്ലാവരും കണ്ടുപിടിക്കരുത്. എന്ത് സപ്പോർട്ട്! ഇതൊന്നും പോരെ, ഈ എനർജി ഒന്നും പോരെ. എല്ലാവരും ടൈപ്പ് ചെയ്യാതുണ്ട്. ഇങ്ങനത്തെ കട്ട സപ്പോർട്ട് ഇവിടുന്ന് കിട്ടില്ല. ഇതാണ് ടീനെക്സിന്റെ പ്രത്യേകത കേട്ടോ. ക്യാമറ തന്നെ ഓൺ ചെയ്യാൻ പറ്റും. അതന്നെ, ഇന്നിപ്പോ ക്യാമറ ഓൺ ചെയ്തെങ്കിൽ നാളെ ക്യാമറ നോക്കി സംസാരിക്കാൻ പഠിക്കും. പിന്നെ അത് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, മിൻഹാന്റെ പോലെ പിന്നെ ടോപ്പായി മാറും. ഓക്കെ, മിൻഹാനോട് ചോദിച്ചോളൂ. പിന്നെ എനിക്ക് ഒരാളും കൂടെ ഇവിടെ പരിചയപ്പെടുത്താണ്ട്. ഡ്രൈവിംഗിലാണെന്നാ പറഞ്ഞേ. അതെ, ഓക്കെ. Okay, right. Go ahead. Can I go ahead? ചോദിച്ചോളൂ. Okay, so I wanted to become a public speaker. അതുകൊണ്ട് +1 NSS ജോയിൻ ചെയ്തു. അപ്പൊ ആകുമ്പോ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് 7 days ക്യാമ്പ് വന്നു. അപ്പൊ ഫസ്റ്റ് ഡേ എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി. നല്ല സ്പീച്ചസ്, റിവ്യൂ, ഒപ്പീനിയൻ എല്ലാം ഒരാൾ പറയേണ്ടല്ലോ ഉണ്ടാവുമല്ലോ. അപ്പൊ ഫസ്റ്റ് ഡേ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തു. ബട്ട് ദാറ്റ് ഡേ എ ഗായ് ടോൾഡ് മീ യു ആർ ബീങ് ഓവർ സ്മാർട്ട്, യു ആർ ബീങ് അറ്റൻഷൻ സീക്കർ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് തിങ്ക് പോലും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഇത്. പക്ഷെ ആ ഗായ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ ബാക്കി 6 days ആണ് റൂമിനായത്. ലൈക്ക് പീപ്പിൾ എന്ത് തിങ്ക് ആക്കുന്നുണ്ടാവും, ആൾക്കാർ എന്ത് തിങ്ക് ആക്കുന്നുണ്ടാവും, ശരിക്കും ഒരു അറ്റൻഷൻ സീക്കർ ആവുന്നതാണോ, ഓവർ സ്മാർട്ട് ആണോ? സോ ഹൗ ടു ഡീൽ വിത്ത് സച്ച് സിറ്റുവേഷൻസ് ആൻഡ് പീപ്പിൾ? Do you believe in yourself? Do you believe in yourself? Yes, I do.
ഡു യു ബിലീവ് ഇൻ യുവർ പൊട്ടൻഷ്യൽ? യെസ് ഐ ഡു. ഈ ഒരാൾ മാത്രമാണോ നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ പബ്ലിക് സ്പീക്കിംഗ് കേൾക്കാൻ പോണേ? അല്ല. നോ, ദിസ് ഇസ് ജസ്റ്റ് വൺ പേഴ്സൺ, റൈറ്റ്? യെസ്. ലൈക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് there will be tons of people. If we have that 1,000 people in our community or in our space, there will be at least 100 people to put you down. നിങ്ങൾ താഴ്ത്തേക്ക് ഇടാൻ അറ്റ്ലീസ്റ്റ് 100 അല്ലെങ്കിൽ 10 people എങ്കിലും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, their main target will be like ആ കുട്ടി അവിടെ കെടുക്കണം, she should not be raised എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി കുറച്ച് പേരുണ്ടായിരിക്കും. പക്ഷെ അവിടെ ആളുകൾ വരുന്ന സമയത്ത് അവിടെ നമ്മൾ താഴ്ന്നു കൊടുക്കല്ലേ വേണ്ടത്. ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് മീ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. If you feel that you are not like being oversmarted, or if you feel like you are not being seeking for attention, you are doing a good thing, not a bad thing. ചീത്ത കാര്യം ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. You are doing a very good public speaking and you are being active, you are being yourself. നിങ്ങളെ തന്നെ ആയിട്ടാണ് നിങ്ങളോട് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോ if you believe in yourself and if you have the true potential inside, ബാക്കി എന്ത് പറയണു, ബാക്കിയുള്ള ആളുകൾ എന്ത് നമ്മളെ കുറിച്ച് ധാരണ, അവരൊറ്റ ആളല്ല ഫ്യൂച്ചറിൽ നിങ്ങളെ കേൾക്കാൻ പോകുന്നത്. There will be thousands and 2,000s of people, they are ready to hear you. അപ്പൊ ഒരാള് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള 99% നമ്മൾ എന്ത് ചെയ്യരുത്, അതിനു വേണ്ടി വിട്ടുകൊടുക്കരുത്. അപ്പൊ മോള് പറഞ്ഞു മോളുടെ 6 days അവിടെ ഭയങ്കര റൂവനായി എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അതിന്റെ ആവശ്യമില്ല, ബട്ട് കഴിഞ്ഞു. ബട്ട് ഇനി അങ്ങോട്ടേക്കുള്ളത് ഈ പീപ്പിൾ സേ ബാഡ് അബൌട്ട് ഇറ്റ്, ഇഫ് യു ഗെറ്റ് സം ബാഡ് എക്സ്പീരിയൻസ് ലൈക്ക് ദാറ്റ്, അത് ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടാൻ പഠിക്കാം. ചില ആളുകൾ നമുക്ക് എന്ത് ചെയ്യും, നല്ല അഡ്വൈസുകൾ തരും. നമ്മുടെ സ്പീച്ച് കഴിഞ്ഞാലോ പ്രോഗ്രാം കഴിഞ്ഞാലോ, ഐ ഡു ഹാവ് ദറ്റ് എക്സ്പീരിയൻസ്. ഞാൻ ചിലപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞാൽ ചില ആളുകൾ വന്നിട്ട് അഡ്വൈസുകൾ തരും, എന്നെ ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഐ ജസ്റ്റ് ആക്സെപ്റ്റ് വിത്ത് ഓൾ ദ സ്മൈൽ, കാരണം അത് അഡ്വൈസ് ആണ്. ഐ വോണ്ട് ടു ചേഞ്ച് മൈ സെൽഫ്. എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളതാണ്. പക്ഷെ അത് തളർത്തുന്ന ആളുകൾ എന്തായിരിക്കും, ചിലപ്പോൾ ആളുകൾ മിന എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്, അത് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഐ നോ വാട്ട് ഐ എം സ്പീക്കിംഗ് ആൻഡ് ഐ നോ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. അതുകൊണ്ട് ബാഡ് ആയിട്ടുള്ള ആളുകൾ ലൈക്ക് ബാഡ് കമന്റ്സോ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ തരുന്ന സമയത്ത് ഇതിലൂടെ കേൾക്കും, ഇതിലൂടെ വിടും. ക്ലിയർ? Absolutely. Thank you. One thing that you have, one thing. Let me just continue with this one. Wait. One thing you have to understand: if you think what other people will think about you, then you will not do the thing that you are supposed to do. Once again, let me repeat that. If you think what other people will think about you, then you will not do the thing that you are supposed to do. മറ്റുള്ളവർ എന്ത് വിചാരിച്ച് പേടിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അവിടെ അത് ചെയ്യില്ല. നിങ്ങൾ എവിടെ എത്തേണ്ട അവിടെ എത്താനും പോണില്ല. Is that something you understood? Yes or no? Yes, sir. Okay, so never ever. Wait. Never ever think about what other. Okay, I'm like that എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഡു വൺ തിങ്, ഗോ ഫോർ ഇറ്റ് ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. അതിന് വർക്ക് ചെയ്തിട്ട് നല്ല മാർക്ക് വാങ്ങി നല്ല റിസൾട്ട് വാങ്ങിച്ചിട്ട് റിസൾട്ട് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ദിസ് ഇസ് മീ എന്നുള്ളത്. കാരണം നമ്മൾ കുറെ സംസാരിച്ചിട്ട് ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ടു ഷോ ദം റിസൾട്ട്. ഡിമോട്ടിവേഷൻ വരുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞല്ലോ, അതെന്തിനാ അവരിങ്ങനെ പറഞ്ഞേ എന്ന് പറയുന്നതിന് പകരം അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഞാൻ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പഠിക്കാൻ തുടങ്ങണം. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ. നമ്മൾ അതിനുള്ള വർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ക്ലിയർ ആണോ? പ്ലീസ് വെയിറ്റ്. അൽഫിയ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് കയറാം. ഓക്കെ, അൽഫിയക്ക് ഡൗട്ട് ക്ലിയർ ആണോ? മാർക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ തളർത്തുമ്പോ നമുക്ക് ഇങ്ങനെ എന്തോ ഫീൽ ചെയ്യും, ഒരു സാഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. സാഡ്നെസ് ഫീൽ ചെയ്യാണോ? കളിയാക്കുന്ന സമയത്താണോ? എക്സാക്ട്ലി. ഫ്രണ്ട്സ് കളിയാക്കുന്ന സമയത്താ? ഡു യു ബിലീവ് ഇൻ യുവർ സെൽഫ്? ആരൊക്കെ കളിയാക്കിയാലും വേറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ മാത്രമാണ് നിങ്ങളെ കളിയാക്കുന്നത്? ഹലോ, കോൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇവിടെ ഇച്ചിരി റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്, നമ്മൾ എങ്ങനെ തളർത്താനും നമുക്ക് ഫ്രണ്ട്സിന് കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ത് ചെയ്യാം, നമ്മുടെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഗോ ഫോർ ഗുഡ് ഫ്രണ്ട് സർക്കിൾ. നമ്മുടെ ഫ്രണ്ട്സ് പൊതുവെ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി ചിലപ്പോൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്.
പക്ഷെ ഇവിടെ അതൊന്നുമല്ല. മോളുടെ ഫ്രണ്ട് സർക്കിൾ എന്താണ്, മോളെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, മോളെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മൂവ് ഫ്രം ദാറ്റ്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ മോൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് ചെറിയ രീതിയിൽ നമ്മളൊക്കെ കഴിഞ്ഞു വന്നതാണല്ലോ. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാകും, സപ്പോർട്ട് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടാകും. അവരൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുറച്ച് മെച്ചുവേർഡ് ആയിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ മോളിപ്പോ എന്ത് ചെയ്യുക, മോൾ ജസ്റ്റ് ഫ്രണ്ട് സർക്കിൾ ഒന്ന് മാറ്റി വെക്കുക. മോൾ ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറിയിട്ട് അത് കളിയാക്കുന്ന സമയത്ത് ഓക്കെ കുഴപ്പമില്ല, എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്, ആൻഡ് മൈ പാരന്റ്സ് നോ വാട്ട് ഐ ആം എന്നുള്ളത് മോളോട് തന്നെ പറഞ്ഞിട്ട് ജസ്റ്റ് ബി ലൈക്ക്. അങ്ങനെ കുറെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, കളിയാക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഇതൊക്കെ ഉണ്ടാകും. കളിയാക്കുന്ന സമയത്ത് അത് ജസ്റ്റ് ചിരിച്ചോണ്ട് ഓക്കെ കുഴപ്പമില്ല, നമ്മൾ അവിടെ തർക്കത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മോൾ എന്ത് ചെയ്യുക, മോളെ സമാധാനപ്പെടുത്തുക. അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് പറയാം, ഉമ്മി അബ്ബാ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, വാട്ട് ക്യാൻ ഐ ഡു എന്നുള്ളത് അവരോട് ചോദിച്ചിട്ട് അവരുമായിട്ടിരുന്ന് സംസാരിക്കുക. ഇസ് ഇറ്റ് ഓക്കെ? Okay. Thank you. Now, can I ask a question? Yeah. Please go ahead. So, ഞാനിപ്പോ 10th കഴിഞ്ഞിരിക്കാണ്. സോ ഇനിയിപ്പോ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആവാനായി റിസൾട്ട് വന്നിട്ട്, അപ്പോ എനിക്ക് സയൻസ് ഫീൽഡിനോട് താല്പര്യമുണ്ട്. ആൻഡ് ഡോക്ടർ ഭാഗം IAS-ഉം എനിക്ക് താല്പര്യമുള്ള 2 ഫീൽഡ്സ് ആണ്. സോ ഐ എം കൺഫ്യൂസ്ഡ് വിച്ച് ടു സെലക്ട്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ചൂസ് ചെയ്യണല്ലോ ഏതാണ് നമുക്ക് വേണ്ട ഫീൽഡ്. എനിക്ക് നോക്കുമ്പോ ഞാനാണെങ്കിൽ സോഷ്യലി അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവരും മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഡോക്ടർ ആവുകയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായാലും ഡോക്ടറും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. സോ ഏത് സെലക്ട് ചെയ്യണം, ഏതാവും ഏറ്റവും ബെസ്റ്റ് കരിയർ, എനിക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഏതാവും എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. സോ എനിക്ക് അതിനൊരു ടിപ്പ് തരുമോ, ഏതാണ് ചൂസ് ചെയ്യാൻ ബെറ്റർ, ഹൗ ടു ചൂസ് ബെറ്റർ? I guess Selchi can go for this. Okay, I'm not an expert in career coaching. However, let me just let me just, because I didn't learn the English, the Indian system variant, so I don't know much about the career coaching. However, let me tell you one thing. രണ്ട് വാക്കുണ്ട്. OR, എന്താ, how do you pronounce it? OR. Or. AND. How do you pronounce it? AND. ആരാ ചോദ്യം ചോദിച്ച ആളെ ഇവിടെ? Or the second one is and. Why do you want to become an IAS officer or a doctor? Can't you say that I want to become a doctor and an IAS officer? You got me? Yeah. So don't go for the or. If you like both, go for and. There are people who are doctors and they are IAS officers as well. Do you agree to that? Yeah. If not, go and search. Go and Google and you'll find lots and lots of doctors, engineers, professionals who are also IAS officers. So if doctor is something that you like and to become an IAS officer is something that you love, you can become both. Now, let me tell you one thing. IAS officer, there is a limit for that. Okay, you can't become an IAS officer or a collector of all of the time. But if you're a doctor, you can serve people till the end of your life. Is that correct? Yeah. Do you agree to that? Yeah. So is it good to have both? Yeah. Do you have the capacity to have both? I don't know, but I think I can manage it. Do you allow that? Do you allow that? Yeah. Then go for it. Yeah. Okay. Yeah? You have, would you go for that? Yeah, of course. Yeah, then go. I wish you all the best. Oh, thank you, sir. You're most welcome. Don't call me sir, just call my name. Yeah. Sir, I have a question. Yeah, ask the teacher first. Ask ma'am first. Ma'am, please don't call me ma'am. Ask Minha ma'am first, then you can ask Sensei, okay? Please don't call me ma'am. Yeah, Okay. go ahead. We'll be winding up at 5:30, okay? Let's keep that deadline. Okay. Hey, So you got 15 minutes more. Yes, please. I want to ask a question. Yeah, go ahead. ഒരാള് ചോദിക്കാം, ചോദിക്കട്ടെ. I want to ask a question. I have a question. Yeah, don't say I have a question. Just ask question. Actually, I'm pursuing MBA. I attended multiple interviews, and somewhere I'm missing something. I thought, but I prepared again and again. I gave my 150%. Also, I'm not getting placed. What is the problem? Where I'm getting? Somewhere I'm feeling like I'm getting the negative thoughts that I can't do anything in life. But I know that I have the potential in everywhere and everything. But in this situation, what should I do? I don't know.
Okay, how many interviews did you attend so far? I attended 4-5. 4 or 5. What is the lesson that you learned from the first interview? As a first interview, I learned that I was not ready for that interview. Actually, I need to prepare for that. I was not perfect in the technical skills at that point Good. of What did you time. learn from the second interview? Second interview in HR, I lost. I mean, Okay. at that point of time, I know that I can speak very well in a HR interview, but I'm not able to present there. That was my problem. So Then what are the areas that you have to develop now? in communication skills, I have to develop now. Okay, I so what can you learned do? that, So and I the question. developed. So the question is, how did you develop it? How I did the practice in front of the mirrors, and I met many mentors and learned them, and I prepared for that. Then Okay. I gave the What interviews. did you do in the third interview, and what are the lessons that you learned in the third interview? Third interview, I learned that it's not about only the hard working and the potential, but time has to come to get something. No. You don't have to have the time. You create the time. Now today But you're sitting here which part of India are you from? I am from Hyderabad, Telangana. You're from Hyderabad. Did you find time to come and sit here and listen to us today? Yeah. The time was not right, but you made it right. Yeah, exactly. My semester exams is also going on for me, but I wanted to learn something, so I'm here. But I don't know what's happening with me, where I am No, nothing is going, happening with what's you. happening. Nothing is happening with you. All you have to do is ask yourself, what are the areas that I need to improve? 5 questions. I want everyone to write down this 5 questions. We don't have much time. Number 1, what is that I need to improve? After each and every interview, after each and every time you get stuck, what is that I need to improve? Write down everyone. D in the type. So I know that you have done. The first question is, what is that I need to improve? That's the first question. The second question, D in the type. Okay. The second question is, what is that I need to learn? What is that I need to learn? Number 2 in the type. 2 in the type. What is that I need to learn? What is that I need? എന്താണ് ഞാൻ പഠിക്കേണ്ടത്? എന്താണ് ഞാൻ improve ചെയ്യേണ്ടത്? ആദ്യത്തെ ചോദ്യം ചോദിക്കുക, രണ്ടാമത്തെ ചോദ്യം ചോദിക്കേണ്ടത് എന്താണ് ഞാൻ പഠിക്കേണ്ടത്? മൂന്നാമത്തെ, what is that I need to change and do differently? എന്താണ് ഞാൻ മാറ്റേണ്ടത്? In the interview style, in the speaking style, in the technical ability, in the communication, what is that I need to change? That's the third question. Number 4, what is that I need to stop? എന്താണ് ഞാൻ പെട്ടെന്ന് നിർത്തേണ്ടത്? എനിക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിർത്തേണ്ടി വരും. What is that I need to stop? And the fifth question that you need to ask is, who can help you? ആരടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുക? ഇന്റർവ്യൂ സ്കിൽസ് ആരെ പഠിപ്പിച്ചു തരാം? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആരെ പഠിപ്പിച്ചു തരാം? ടെക്നിക്കൽ സ്കിൽസ് ആരെ പഠിപ്പിച്ചു തരാം? HR skills ആരെ പഠിപ്പിച്ചു തരാം? These are the 5 questions. What is that I need to improve? What is that I need to learn? What is that I need to change? What is that I need to stop? And who can help me? എത്ര പേർക്ക് മനസ്സിലായി CC എന്ന് ടൈപ്പ് ചെയ്യാം? How many of you got a type CC? ഇങ്ങനത്തെ മരുന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണ്ടോ കേട്ടോ. ഞാനും മറന്നു, പക്ഷെ നിങ്ങൾക്ക് മറക്കാൻ പാടില്ല. എഴുതി വെക്കുക CC. Okay. Did you get something from Hyderabad? Yeah, I got something, but in this, I think so. I qualified with my college lecturers. They many lecturers came from outside of the Hyderabad, and they taught us that time. I learned and everything is happened. But today I feel that maybe that I am not suiting for that data analyst job because I have the previous experience in other department. Actually, when I was graduating at that time, along with my graduation, I didn't work in hospitality department. Maybe that experience is in my resume causing me to not get into this. Maybe. Should I remove that? I am thinking for this next interview. The next interview, when you go, you just focus and only attend interview which you think is good for you. Only those interview which you feel is good for you. And I wanted to get into finance field. Want to get into finance field, but in my previous experience I have in hospitality department, there I worked just to learn the capability that I can work outside the world. Can I face the world in outside or not? For that purpose, I joined that. Maybe that is causing to not get into these jobs. Whatever you feel is causing you not to move forward in your job, make sure that you learn that or you get rid of that. Okay. You got me? You get rid of that. Yeah, understood. If that is bothering you, if that's a break, get rid of that. Okay. You got me? If there is a pain in your finger and the doctor said that you have to ampute your finger, would you cut your finger and let it go so that you can move with your life? Yeah, exactly. I can. So cut it off. I have to. You're ready to cut it off? Yeah.
When? Sure. When? Inshallah. When? When? Now itself. Now itself. You're taking the decision? Yeah. Good. Wish you all the best. Shukriya. Jazakallah khair. Please wait. Okay. See, what has happened here is that ഇതിനുള്ളൊക്കെ ഉത്തരം നമ്മുടെ ഉള്ളിലുള്ള ഉത്തരങ്ങളുണ്ട്. See, everyone has that answer in our inside. But the one thing is that we don't get that guidance or we don't get that questions എന്നുള്ളതാണ്. So coming to Zuha's case, Zuha has the answer, but she don't know how and how to get into it. And ipo nammade students inde ullilakku ulla prashnam endu vechal we all have that answer in our inside, but we want a guidance. Adilekku etranundengi we need a guiding light in front of us. So in my case, I got that guiding light. That's it, nothing more. Let's move on to the next question. Arana? Please wait. Naha Nazrin, please come. Naha. Hi, Minha. Hi. മിൻഹ എനിക്ക് ഒരു പബ്ലിക് സ്പീക്കർ ആയ എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്റെ പ്രൊഫഷന്റെ കൂടെ എനിക്ക് അത് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണമെന്നാ എനിക്ക് ഞാൻ ഉമ്മാനോട് അറിയും, ഉമ്മ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിട്ട് എനിക്ക് ക്ലാസ് എടുക്കണം, മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടിയെന്നുള്ള അതറിയില്ല. അത് എന്തെങ്കിലും എത്ര പേർക്ക് അവിടെ മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ ആഗ്രഹമുള്ള ആയിന്ന് ടൈപ്പ് ചെയ്യാം? എല്ലാവരും പോയി ആയിന്ന് ടൈപ്പ്. എത്ര പേർക്കാണ്? ഒരു 100 ആളുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ക്ലാസ് നടത്തും. 100 ആയി വേണം. എല്ലാ ചെറിയ കളിക്ക് ചെറിയ ഓക്കെ. ഞങ്ങളാക്കി തരാം. ഓക്കെ, ഞാനും മിനിയും കൂടെ ചേർന്ന് ആക്കി തരാം. എനിക്ക് പക്ഷെ 100 ആയി കിട്ടണം. ക്ലാസ് എടുക്കണം. എല്ലാ ഒരു കാര്യം പറയട്ടെ, ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ക്ലാസ് നടത്തിച്ച് തന്നൂടെ? റെഡിയാണോ? ക്ലാസ് എടുക്കാൻ റെഡിയാണോ? എത്ര ആൾ റെഡി? 6 ടൈപ്പ് എല്ലാവരും 6 ടൈപ്പ് ചെയ്യാം. അല്ലേ നടക്കുള്ളൂ. അല്ലേ എനിക്കും സമയമില്ല, മിൻഹാക്കും സമയമില്ല. ഞങ്ങൾ നടത്തി തരാം. ഓക്കെ മിൻഹ റെഡി? നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുത്ത് വേണം ചെയ്യാം അല്ലേ? അതൊക്കെ മാറ്റി തരാം. പബ്ലിക് സ്പീക്കർ ഇസ് നത്തിങ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയാ, സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായ വെൽക്കം സ്പീച്ച് അതെല്ലാം ഞാനാ പറയാന്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യലുണ്ട്. പക്ഷെ എനിക്ക് എന്താവണം എങ്ങനെ ആവും എന്നുള്ള ആ ഒരു ഇതില്ല. ഞങ്ങൾ ഹെൽപ്പ് ചെയ്താലോ? ഓ റെഡിയാണോ? ഇല്ല വെറുതെ 6 അടിച്ചിട്ടും 5 അടിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, ആണെങ്കിൽ റെഡി ആണെങ്കിൽ ഞാനൊരു ലിങ്ക് തരാം. ലിങ്കിൽ പോയിട്ട് ഒരു 500 രൂപ ആദ്യം അടക്കാം. ഓക്കെ, റെഡിയാണോ? എത്ര പേര് അതിന് റെഡിയാണ്? R2 എന്ന് ടൈപ്പ് ചെയ്യാം എല്ലാവരും. ഒരു 500 രൂപ ആദ്യം അടക്കുക. ബാക്കിയുള്ള ഒരു 5455. എത്ര അതിന് ഫീസ്? 5900 അല്ല ടോട്ടൽ അല്ല, കാര്യം പറയാം. അത് മോട്ടിവേഷൻ സ്പീക്കർ ആണ് ഫീസ്. ഇറ്റ്സ് 5999. അപ്പോൾ അതിന് 500 അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 100 ആളുണ്ടാവും കേട്ടോ. അല്ലാതെ ഇനിയും കിട്ടില്ല, മെൻഹാനിയും കിട്ടില്ല. 100 ആളാവണം. അല്ലാതെ ഞങ്ങൾക്ക് ടൈം വേസ്റ്റ് ആണ്. ഇത് ഫീസ് ഞാൻ പറയാം. ഫീസ് ജസ്റ്റ് 5999 ആണ്. ഇപ്പൊ ഇത് സെയിൽ ചെയ്തല്ല കേട്ടോ മക്കളെ. കേൾക്കുക, ആരോ പറഞ്ഞു മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്ന് പറഞ്ഞു. അല്ലെ നാളെ പോയി പറയുന്നത് സെൻസായും മീനെ ഇവിടെ വെച്ച് കോഴ്സ് വിറ്റുന്ന്. എനിക്ക് പൈസ പോലും എത്ര എന്നുള്ള അറിയില്ല. അത് എനിക്ക് ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് സോ എനിക്കറിയാം ഫീസ് 5999 ആണ്. കഴിഞ്ഞ ബാച്ച് നമ്മൾ വാങ്ങിച്ചത്. 500 തന്നിട്ട് ബുക്ക് ചെയ്തോളൂ. 100 ആളുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തും. റെഡിയാണോ എല്ലാവരും? ഓക്കെ, എല്ലാരും പറഞ്ഞു. നിങ്ങൾ ഒരാൾ മാത്രം പറഞ്ഞ അവിടെ ഒരു 100. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 മിനിറ്റേ ഉള്ളൂ. ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പോയിന്റ് അപ്പ് അവിടെ ചാറ്റിൽ എല്ലാരും കൂടെ സംസാരിച്ച് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ചാറ്റില്. ഓക്കെ, Sensa, you're muted. Can I ask you a question? Yeah. So what I mean to say that if there are around about 500 people every week, we are here to help you. Question, please. Okay, I'll give you a chance. Okay, so there should be at least 500 people. You have to bring your friends. ഒരു ചാറ്റിങ്ങും നടക്കില്ല. ഓക്കെ, വാട്സാപ്പിൽ ബിക്കോസ് വി റെസ്പെക്ട് യുവർ പ്രൈവസി, നോ ചാറ്റ്. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോണത് ഞങ്ങൾ ചാറ്റ് തുറന്നു വെക്കും ജസ്റ്റ് ഫോർ 1 hour.
ഓക്കെ, ഇപ്പോൾ സമയത്തായി 5:30 നമ്മൾ നിർത്തും. 5:30 മുതൽ 6:30 വരെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും എഴുതരുത്, നിങ്ങളെ പേരോ ഒന്നും എഴുതരുത്. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദിസ് സെഷൻ? ആർക്കൊക്കെ അത് ടൈപ്പ് ചെയ്യാൻ പറ്റും? ബോത്ത് നിങ്ങൾ TeenX1 TeenX2 എന്നുള്ള ഗ്രൂപ്പിൽ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? വേറെ ഒന്നും ചെയ്യരുത്, വേറെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കരുത്. വാട്ട് ഡിഡ് യു ലേൺ? വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്ക്? കാരണം if you're not learning, then we are wasting our time. Okay, we want to know what is that you learned in this session. Is it okay? അങ്ങനെ നന്നായിട്ട് നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് തരാണെങ്കിൽ, വാട്ട് എവർ യു ലേൺ, ഇഫ് യു ഗോയിങ് ടു ഷെയർ ദാറ്റ്, അങ്ങനെ ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഇതേപോലെ സെഷൻസ് നടത്തും. വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്, വിൽ ഹെൽപ്പ് യു ഔട്ട്. Is that okay with all of you? Say okay. If you're okay with that, let me finish please. If you're okay, just say okay. Right? We'll take one last question. We'll take one last question. Sir and ma'am. How to overcome Hello. Yeah, go ahead. Sir. Minha, go ahead. One question. One question. Amina Nazrin has raised her hand. Yeah, let her go. Amina, go ahead. Hello, Assalamualaikum. So I just finished my 10th boards. So my question is, can you give me some advice on, taking serious career or life decisions? Okay. Some Yeah, points to keep in my mind. I'll address that. Okay, I'll address that, Mina. Amina, Mola, understand one thing. Don't ask for advice. You're with me, Amina? Yes, sir. Okay, don't ask for advice. Ask yourself. This is called Niagara syndrome. What is that? I want everyone to write down. This is called the Niagara syndrome. Niagara syndrome is where you see and follow somebody else's path. Don't do that. Don't follow somebody else's path. You become the path creator. How many of you got it? I want everyone to write PC. You must become the path creator rather than following somebody else's path or somebody else's passion. Amina, did you get it? Yes, sir. So you ask yourself, what is that you are interested in? What is that you will continue for your life long? What is that brings you the purpose in life? What is the passion that you have? How can you change people's life? What is the impact that you can make with your profession or your career, your business, whatever it is? What is the impact that you can make in the people's life? And what is that you can leave behind once you leave this world? Do you get that part of it? Yes, sir. What is the impact that you can leave once you leave this world? That is called legacy. I want everyone to type L for legacy. What is the legacy that you have to leave? If you can answer that question, I'll tell you, Amina, you will reach beyond where somebody else can even think about you. You got some sort of light? Did you get some sort of light out of this? And Yes, light? sir. Okay, follow that. Don't ask anybody, what is that I need to take? What course I need to take? What is that I need to become? You ask yourself, what is that I want to become? You just change Can I it. ask you? Yeah. Thank you, Sensei. Thank you. ഞാൻ 10th കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല വേറെ ആളില്ല, ജസ്റ്റ് 1 മിനിറ്റ് കൂടെ ഉള്ളൂ. സോ താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട് ടു എവ്രി വൺ. ഇത് ഈ 1 മണിക്കൂറുണ്ട്, 1 മണിക്കൂർ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നതാണ്. സോ 1 hour ഇറ്റ്സ് യുവർ ടൈം ടു ഗിവ് യുവർ ഫീഡ്ബാക്ക്. ഇവിടെ ഞങ്ങൾ 1.5 മണിക്കൂർ എടുത്ത്. സോ താങ്ക്സ് ടു all the leaders who are here. And I also want to thank Minha. I want to thank Mehruba. I think she's driving, so she's not able to come here. And I also want to thank the team which provided this platform at the last moment. So thank you very much, all the ladies and gentlemen. Take care of We'll yourself. see you next week, right? Since I will see you next week, right? Date and time നമ്മൾ എന്തായാലും പറയും. ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആരും വന്നില്ല. ഇപ്പൊ ലാസ്റ്റിൽ അങ്ങനത്തെ തന്നെയാണ്. ലാസ്റ്റിൽ എല്ലാവരും വരും ചോദ്യം കൊണ്ട്. സോ ഡോണ്ട് വറി. ഞങ്ങളുണ്ട് ഇവിടെ. നെക്സ്റ്റ് വീക്ക് വരാം. But what you have to do, make sure that you engage. Last, Okay. please. Yeah, okay. Next week. Bye. So Wait. Yeah. Take care. Like എല്ലാരും feedback എന്ത് ചെയ്യാം? Don't want to mention your identities or any stuff like that. Just share your feedback. എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ കിട്ടിയത്? What did you get from today's session എന്നുള്ളത് just give it as a feedback, as a text message or a voice message, so we can improve ourselves and we can know more about it. Anyway, we'll see you next week with the same Q&A session. Until then, bye. Bye. Thank you. സെക്ഷൻ ഉണ്ടാവാ മറ്റേ ഓഫ്ലൈൻ? We'll tell about that. ഓഫ്ലൈൻ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊന്നും പേടിക്കണം. നിങ്ങൾക്ക് എന്താ വേണം ചോദിച്ചാൽ മതി, ഞങ്ങൾ തരും.
നിങ്ങൾക്ക് എന്താ വേണം? ഇപ്പോൾ ആരോ ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നു. നാളെ ലഡു ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലഡു തരും. മറ്റന്നാൾ ജിലേബി വേണമെന്ന് പറഞ്ഞാൽ ജിലേബി ഞങ്ങൾ തരും. ഓക്കെ, നിങ്ങൾ ചോദിക്കണ ആൾക്ക് ഞങ്ങൾ കൊടുക്കുള്ളൂ. ഓക്കെ, യു ഹാവ് ടു ആസ്ക് ഫോർ ഇറ്റ്. ഓക്കെ, ഞാനും തരും, മിനിയും തരും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട്. പക്ഷെ ചോദിക്കണം. Inshallah. ഓക്കെ, Thank you so much, everyone. താങ്ക് യു. Thank you. താങ്ക് യു.